മനുഷ്യന് മൂന്നവസ്ഥകളാണ് നമ്മൾ കാണുക. മനുഷ്യനെ മണ്ണുകൊണ്ട് ദൈവം മെടഞ്ഞിട്ട് അവൻ്റെ മൂക്കിൽ എന്തൂതി? ജീവശ്വാസം ഊതി. ബൈ ദ വേ, ഒന്ന് അഡ്വാൻസായിട്ട് പറയട്ടെ, ഒന്ന് സഹകരിച്ചിരിക്കുക. ഒരു വലിയ അപേക്ഷയുണ്ട്. ഒന്നാമത് എനിക്കൊരു ചെറിയ ശാരീരിക പ്രശ്നമുണ്ടായി, ഒരു ഫുഡ് പോയിസൺ അടിച്ചാണ്, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കാണുന്ന പുറമോടിയും മൂച്ചുമൊക്കെ ഉള്ളൂ, വലിയ മനക്കെട്ടി ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ എന്നെ തുറിച്ച് നോക്കരുത്, എനിക്ക് ഭയങ്കര സങ്കടം വരും. ക്രുദ്ധിച്ച് നോക്കരുത്, ചിരിച്ചൊക്കെ ഇരിക്കണം. വീട്ടിൽ പിണക്കൊക്കെ ഉണ്ടായിരിക്കാം, എന്നാലും എന്നോടൊന്നും കാണിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സന്തോഷമായിട്ടിരിക്കുക. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. മണ്ണുകൊണ്ട് മനുഷ്യനെ മെടഞ്ഞിട്ട് അവൻ്റെ മൂക്കിൽ എന്തൂതി? ജീവശ്വാസം ഊതി. അപ്പോൾ മനുഷ്യൻ ആരായി? ജീവനുള്ള ദേഹിയായിട്ട് മാറി എന്ന് കാണുകയാണ്. മനുഷ്യന് മൂന്നവസ്ഥകളെ കാണാം: ആത്മാവ്, ദേഹി, ദേഹം. ദേഹം, ദേഹി, ആത്മാവെന്ന് നമ്മൾ പെട്ടെന്ന് പറയും. അങ്ങനെ ദേഹം, ദേഹി, ആത്മാവെന്ന ആ ഒരു സമ്മേളനമാണ് മനുഷ്യൻ. ആത്മാവ് ദൈവാംശമാണ്. ആത്മാവ് അവങ്കിലേക്ക് പോകുന്നുവെന്ന് നാം കാണും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ചിന്താമണ്ഡലം, നമ്മുടെ ഇച്ഛാശക്തി, നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ തീരുമാനശേഷി. ആ മണ്ഡലങ്ങളെല്ലാമാണ് ദേഹി എന്ന മണ്ഡലം. മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ഈ ശരീരമെന്ന പേടകം, അതാ ജഡം. ദേഹം, ദേഹി, ആത്മാവ്. മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ മനുഷ്യൻ്റെ ദേഹം, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം, അപ്പോൾ നമ്മളെ വഹിക്കുന്ന ഒരു കൂടാരം. അങ്ങനെ മൂന്നവസ്ഥകളിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് കാണുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വന്തം സ്വരൂപത്തിലാണെന്ന് കാണും. സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തോടൊപ്പം, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കാണുകയാണ്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, എന്നിട്ട് അവൻ്റെ മേലെ തേജസ്സും ബഹുമാനവും ഒക്കെ അണിയിച്ചു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യന് ഭയങ്കര ദൈവത്തോടൊപ്പം നടക്കാൻ, ദൈവത്തിൻ്റെ കർമ്മ പദ്ധതികൾ ഭൂമിയിൽ നടപ്പാക്കാൻ ദൈവം സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട, ദൈവത്തിൻ്റെ സ്വരൂപം പേർന്നു. ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വരൂപം എന്താ? ദൈവം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അത് ക്രൈസ്തവനോ ഹൈന്ദവനോ മുസൽമാനോ ആരുമാകട്ടെ, എന്നാലും ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ്, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ആദ്യം വരുന്ന ഇമേജ് എന്താ, അല്ലെങ്കിൽ ഒരു ചിന്ത എന്താ? സ്നേഹമെന്നുള്ളതാണ്. വചനം ദൈവത്തെ എല്ലാം കൂടെ കാച്ചി കുറുക്കി ഒറ്റ വാക്കി പറയുന്നുണ്ട്. ദൈവം ആരാ? സ്നേഹം തന്നെ. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. അപ്പം ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്വരൂപം സ്നേഹത്തിൻ്റേതാണ്. അപ്പം മനുഷ്യന് ആ കഴിവ് കൊടുത്തു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ഒരു കഴിവ് കൊടുത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനുമുള്ളൊരു കഴിവ്, അതിനുള്ള അത് ദൈവം ബന്ധം കൂടാണ്. പിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വരൻ ത്രിയേക ദൈവത്തിൻ്റെ സ്വരൂപത്തെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അണിക്കലും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അചഞ്ചലമായ ഒരു അടിത്തറയുമാണ് തൃത്വത്തിലുള്ള വിശ്വാസം. ആ ത്രിയേക ദൈവം ബന്ധമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പം ദൈവം ഒരു ബന്ധമാണ്. ഗോഡ് ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. ദൈവം ബന്ധമാണ്. 3 എന്നാൽ 3 1 ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ, അതിനപ്പുറത്തൊക്കെ അതിനെ നിർവചിക്കാൻ മനുഷ്യവാക്കുകൾ പരിമിതമാണ്. എന്നാലും ദൈവം ബന്ധമാണ്, ദൈവം സ്നേഹമാണ്. അങ്ങനെ ബന്ധങ്ങൾക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, സ്നേഹിക്കപ്പെടാനുള്ള കഴിവോടുകൂടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം ഏതെൻ്റെ തോട്ടത്തിലാക്കി വെക്കുന്നു. അവൻ ഒറ്റയ്ക്കിരിക്കുന്ന അന്നല്ലെന്ന് കണ്ടിട്ട് ദൈവം അവനെന്ത് കൊടുത്തു? തക്കതായ ഒരു തുണയെ കൊടുത്തു. അതെങ്ങനെയാണ് കൊടുത്തു എന്നും കാണുന്നുണ്ട്. ദൈവം അവന് എന്ത് കൊടുത്തു? നിദ്ര കൊടുത്തു. നിദ്ര കൊടുത്തപ്പോൾ അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വിലാപ്പുറത്തുനിന്ന് ഒരു സഹോദരിയെ എടുത്തു കൊടുക്കുക. ആ സഹോദരിയെ കണ്ടപ്പോൾ അവൻ പാടുന്നൊരു പാട്ടുണ്ട്. ഹീബ്രുവിൽ അതൊരു പോയമാണ്. എന്താ പാടുക? ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണ്. ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണ്. അത് പുരുഷൻ പാടിയൊരു പാട്ടാണ്. എന്താ അതിൻ്റെ അർത്ഥം? നീയാണ് എൻ്റെ ശക്തി എന്നാണ്. അസ്ഥിയാണ്. അസ്ഥിയുടെ അർത്ഥം എന്താ? ശക്തിയാണെന്നുള്ളത്. നീ എൻ്റെ ശക്തിയാണ്. സാധാരണ സഹോദരന്മാരിത് സമ്മതിച്ചു കൊടുക്കത്തില്ല, നീയാണ് എൻ്റെ ശക്തി എന്നുള്ളത്. പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ അവളാണ് ശക്തി. അല്ല, മീശയുള്ള പക്ക മലയാളി രീതി പറഞ്ഞ, നെഞ്ചത്ത് രോമമുള്ള, ചുടക്കൂട്ടി പറഞ്ഞ, ചെവിയെ പൂടെയുള്ള ഒരാൾ ഇടയ്ക്ക് പറഞ്ഞ, ഞാൻ വെറും ആളല്ല, ചെവിയെ പൂടെയുള്ള ആളാണ്. അങ്ങനെ നെഞ്ചത്ത് രോമമുള്ള, മീശയുള്ള, ചെവിയെ പൂടെയുള്ള അച്ഛന
രാത്രി കിടന്നുറങ്ങുക ചേച്ചിയുടെ കൂടെ. പിള്ളേരൊന്നും വീട്ടിലില്ല. രാത്രി ആരോ കൊട്ടുന്നു, തട്ടുന്നു, കതക് പൊളിക്കുകയാണെന്നൊരു ചിന്ത. കള്ളനാണെന്നാ. ചേച്ചിയെ ഉണർത്താതെ പോയി കതക് തുറക്കുന്ന അച്ഛനുണ്ടോ? ചേച്ചിയെ ഉണർത്താതെ പോയി കഥ തുറക്കാമോ? തുറക്കും. എടിയേ എന്താ കൊട്ട്? ചുമ്മാ കിടക്കും മനുഷ്യ ഉറക്കത്തിൽ കൊട്ട്. നിങ്ങൾ സ്വപ്നം കണ്ട അല്ലടി കൊട്ട്? ഇല്ല മനുഷ്യ ഉറങ്ങാ. ഇത് ആണ്ടറി കള്ളൻ. എന്നാൽ ഈ ചേച്ചി ഉണർത്താൻ പോകത്തില്ല. എന്തൊരു ധൈര്യ! പോമോ? പോത്തില്ല. പോണേ ആര് വേണം? ചേച്ചി വേണം. മിക്കവാറും മുമ്പിൽ പോകുന്ന ചേച്ചിയായിരിക്കും. ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഞാനൊരിക്കൽ ഒരു വീട്ടിൽ മുറിക്കകത്ത് പാമ്പ് കയറി. എൻ്റെ പൊന്നെ, കട്ടിലേ കയറി അച്ചായം വടി കൊണ്ടടിക്കുക. അടിച്ചു കൊന്ന ചേച്ചി. ഇവളെൻ്റെ ആരാ? അസ്ഥിയ. അവളെൻ്റെ അസ്ഥിയ. അത് സത്യമാണ്. നമ്മളങ്ങ് സമ്മതിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഇവളെൻ്റെ ആരാ? അസ്ഥിയ. അല്ല, സത്യമായിട്ടും പറഞ്ഞോട്ടെ, ഈ ഭർത്താക്കന്മാർ മരിച്ചു പോയാൽ നിങ്ങളോട് സത്യം പറഞ്ഞാൽ സഹോദരിമാരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. അവർ പിള്ളേരെയും വളർത്തി 4 പേരുടെ കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മരുമകളോടൊരു ക്ഷമിക്കണേ സ്ത്രീ ലൈവൊക്കെ പോവുക. നാളെ എന്നെ സ്ത്രീ വിരുദ്ധ ഒരു ബൂർഷയായിട്ടൊന്നും കാണരുത്. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറയല്ലേ. എങ്ങനെയെങ്കിലുമൊക്കെ അവരങ്ങനെ ജീവിക്കും. പിള്ളേരെ വളർത്തിയും കൊച്ചുമക്കളെ വളർത്തിയും ഒക്കെ ജീവിക്കും. പക്ഷേ കെട്ടിയോള് മരിച്ചു പോയ കെട്ടിയോന്മാരുടെ കഥ വലിയ കഷ്ടമാണ്, വലിയ പാടാണ്. അവരെങ്ങനെ സമയം കളയും? അവരെങ്ങനെ ജീവിക്കും? വലിയ പാടാണ്. അവളാണ് എൻ്റെ ധൈര്യം എന്നുള്ള ശക്തി. എൻ്റെ അപ്പന് ഭയങ്കര ധൈര്യമായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിലെ ധൈര്യശാലികളുള്ള ഈ മൂച്ചടിക്കാത്ത ഒരു ധൈര്യമുള്ളൊരു മനുഷ്യൻ. കാരണം എൻ്റെ കൊച്ചിലെ ഞാൻ കണ്ടൊരു കാര്യമാണ്. 100-150 പേരൊരു ഒന്നിച്ച് വരിക, 100-100-ലധികം ആൾക്കാർ കാണും. അവർ സംഘർഷാവസ്ഥ മുറ്റി നീക്കുക. കൂടെ ഇന്നോരും കൂട്ടുകാരെ എല്ലാം പോയി. അപ്പോൾ ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് നീക്കുക. എല്ലാവരും പറഞ്ഞു കുഞ്ഞോനെ മാറിക്കോളാൻ പറഞ്ഞു. ഇങ്ങനെ പോയില്ലെന്നേ. ഇങ്ങനൊരു കൈക്കോടാലി എടുത്ത് വെച്ച് അവിടെ കുറച്ച് ഈ കോടാലി പോടുന്ന ഒരു ഇതിട്ടിട്ട് പതുക്കെ രാഗി ഇങ്ങനെ ഇരുന്നു. ഒറ്റ ഒരുത്ത അടുത്തില്ല. അപ്പം ധൈര്യമുണ്ടോ? ഭയങ്കര അല്ലേ കൂടത്തില്ലേ? സകലമാന മനുഷ്യരും പോയപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നു. ആ മനുഷ്യനെന്നോ ധൈര്യശാലിയായി. എൻ്റെ അമ്മ ഉള്ളപ്പോൾ എൻ്റെ അപ്പയ്ക്ക് ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും. ഞാൻ പടത്തും പറയുന്ന വഴക്കിൻ്റെ കാരണം ഈ മനുഷ്യർക്കൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കെല്ലാം കണ്ട എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം. നമ്മൾ 2 പേരും കുളിച്ചില്ലേ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരാൾ കുളിച്ച് ഭയങ്കര പാടാണ്. ആരെ കാണുന്നത്? കുളിക്കാത്തവരെ കാണുന്നത്. അതൊരു സൈക്കോളജിയാണ്. കുളിച്ചില്ലയോ നോ പ്രോബ്ലം. ചിരിക്കല്ലേ, ഇതെല്ലാം മനുഷ്യജീവിതത്തിൻ്റെ സത്യങ്ങളാണ്. കുളിക്കാത്ത 2ഉം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിക്കോളൂ. പക്ഷെ ഒരാൾ കുളിച്ച് പോയോ പിന്നെ അവർക്ക് ദേഷ്യ. ആരെ കാണുന്നേ? കുളിച്ചവരെ കാണും. വേറൊരു പ്രശ്നമുണ്ട്. രാവിലെ ആരും എഴുന്നേറ്റില്ല, ആർക്കും പ്രശ്നമില്ല. പക്ഷെ ഒരാൾ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് പോയാൽ എന്താ പ്രശ്നം? പിന്നെ ആരെ പ്രശ്നമാണ്? ഉറങ്ങുന്നവരെ കാണുന്ന എന്താ പ്രശ്നം? ഒരു മുട്ട്, ഒരു കൊട്ട്, ഒരു തട്ട്, ഒരു ഓട്ടം. സ്വിച്ച് ഓൺ ആക്കുന്നു, സ്വിച്ച് ഓഫ് ആക്കുന്നു. എന്താ കാര്യം? ഞാൻ ഉണർന്നു, ഇനി ആരും എന്ത് ചെയ്യണ്ട, ഉറങ്ങണം. അപ്പോഴാണ് ഈ ഉള്ളി പ്രാകുന്ന ഉണർന്നും പോയി നമ്മളെ ഒട്ടും ഉറങ്ങാൻ സമ്മതിക്കുന്നത്. അപ്പോൾ ഈ 2ഉം പ്രശ്നങ്ങളാണ്. ഉണർന്നവർക്ക് ആരെ കാണുന്ന പാടാ? ചെല്ലില്ല. നമ്മൾ കഷ്ടപ്പെട്ട് പിള്ളേരെ ഉറക്കി കിടക്കുമ്പോൾ വന്നിട്ട് പിച്ച് കൊടുത്ത് ഉണർത്തുന്ന കാണാം. എന്തിനാ? നീ അനുഭവിച്ചോളാൻ. പിള്ളേരെ ഉണർത്തുന്നവരുണ്ട്, അവർക്കത് രസമാണ്. പിന്നെ അമ്മയ്ക്ക് എന്തൊരു പാടാണ്. എന്നാലും ഉണർന്നവർക്ക് ഉറങ്ങുന്നവരെ കാണുന്നൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് കുളിച്ചവർക്ക് കുളിക്കാത്തവർ. അപ്പോൾ എൻ്റെ അപ്പ കുളിച്ചാൽ പിന്നെ അമ്മയെ കയറ്റത്തില്ല മുറിക്കകത്ത്. കുളിച്ചില്ലെങ്കിൽ ഇറക്കി വിടും. അമ്മ ഇങ്ങനെ പുറത്ത് വന്ന് സെറ്റിയെ കിടക്കും. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കയറിക്കോളും. എന്നാലും ഇത്ര ധൈര്യശാലിക്ക് അമ്മ മരിച്ചാൽ പിന്നെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിരുന്നു. ഈ വലിയ മൂച്ചുള്ള അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ധൈര്യം ആരാ? സമ്മതിക്കണേ. നീ കെട്ടിയാൽ ഞാൻ വേറെ കെട്ടുവന്ന് കെട്ടിയവരോട് ചോദിക്കണം. എന്നും പറയല്ലേ. എടി നീ പോയാൽ ഞാൻ തീരുമെന്ന് പറഞ്ഞാൽ അവൾ തീരാതിരിക്കും. അപ്പം അവളാണ് എൻ്റെ ശക്തി. അവൾ തന്നെയാണ് എൻ്റെ ബലഹീനത. അതാണ് അതിൻ്റെ സത്യം. ബലഹീനതയെ അവളാണ്. പല കാര്യവും അവൾ സാധിക്കും. എങ്ങനെ? ഒന്നീ പിണങ്ങി സാധിക്കും, അല്ലേ കരഞ്ഞ് സാധിക്കും, അല്ലേ അവൾ വഴക്കടിച്ച് സാധിക്കും. എങ്ങനാണേലും അവൾ കാര്യം സാധിക്കും. അവളെൻ്റെ ബലഹീനതയെ ഒന്നീ കരഞ്ഞ് കാണിക്കും,
അത് ഒത്തില്ലെങ്കിൽ പിണങ്ങി കാണിക്കും. നമ്മൾ പറയും സംഭവം ശാന്തമായ കടലൊക്കെയാണെന്ന് പറഞ്ഞാൽ അതെല്ലാം എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക. ഇവിടെ ഒരാളിരിപ്പുണ്ട്, ആളുടെ പേര് കാംസി എന്ന് പറഞ്ഞാൽ ശാന്തക്കടല. ഞാൻ കാണും പറയും എപ്പോഴാണിത് ഈ കടലൊന്ന് ഇളകുക, വേലിയേർക്കോ. അപ്പോൾ നോക്കുക എൻ്റെ പൊന്നും പ്രിയരെ, അവളാണ് എൻ്റെ ശക്തി, അവളാണ് എൻ്റെ ബലഹീനത. അങ്ങനെ സന്തുഷ്ടമായിട്ടൊക്കെ ജീവിക്കുക. എന്തിനാ അവരെ ദൈവം തമ്പുരാൻ ആക്കി വെച്ചെന്നറിയാം. പ്രധാനപ്പെട്ട പർപ്പസ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി എന്ത് ചെയ്യണം? പെരുകി ഈ ഭൂമിയിൽ എൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കണം. ഭൂമിയെ ചൂഷണം ചെയ്യാതെ ഭൂമിയെ നോക്കി ഭൂമിക്ക് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർന്ന് മനുഷ്യകുലം നിലനിർത്തപ്പെടണം. അതിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സന്താന പുഷ്ടിയുള്ളവരായി എന്ത് ചെയ്യണം? പെരുകണം. പക്ഷേ ഇന്ന് ആ കൺസെപ്റ്റുകളും ബൈബിൾ കൺസെപ്റ്റുകളെല്ലാം മാറ്റിമറിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക. ബൈബിൾ കൺസെപ്റ്റുകളെല്ലാം മാറ്റിമറിക്കപ്പെടുക. അവിടെയാണ് കുടുംബത്തിൻ്റെ മഹത്വം കാണേണ്ടത്. എൻ്റെ വിഷയം ക്രൂശാണ്, പക്ഷേ ഒന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. ബൈബിൾ കൺസെപ്റ്റുകളെല്ലാം അടിത്തറ പറിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് പല മക്കൾക്കും കുടുംബം വേണ്ട എന്നുള്ളൊരു ചിന്തയിലേക്ക് വരികയാണ്. നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട കാര്യങ്ങളാണ്. നമ്മൾ കൂട്ടുകുടുംബങ്ങൾ ജീവിച്ചു, പിന്നെ 3 തലമുറകൾ എക്സ്റ്റൻഡഡ് ഫാമിലി, അപ്പച്ചനും അമ്മച്ചിയും മോനും മോളും കൊച്ചുമക്കളും കൂടെ 3 തലമുറ ഒരുമിച്ച് ജീവിച്ചു. പിന്നെ അത് മാറിയിട്ട് അടുത്ത കുടുംബം വന്നു, എന്താ അണുകുടുംബം വന്നു. അത് കഴിഞ്ഞ് പിന്നെയും മുമ്പോട്ട് പോയപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന പിരിഞ്ഞ ഒത്തിരി പേര് വന്നു. കല്യാണം വേണ്ടാന്ന് വെക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡുകൾ എന്നാന്നൊക്കെ ചോദിച്ചാൽ, ഒന്ന് കല്യാണം വേണ്ടാന്ന് ജീവിക്കുക, 2 കല്യാണം കഴിച്ചാലും മക്കളില്ലാതെ ജീവിക്കുക. അത് വലിയൊരു കാര്യം, മക്കളെ വേണ്ട. ഒന്നാമത്തെ കാര്യം ഒത്തിരി പ്രായമായിട്ടാണ് കെട്ടുന്നത്. അപ്പോൾ ഇവർക്ക് മക്കൾ വേണ്ടാന്ന് വെച്ച് ജീവിക്കുക. ഡ്യുവൽ ഇൻകം വിത്ത് നോ കിഡ്സ് എന്ന് അതിന് പറയുക. ഡിങ്കെന്നൊക്കെ പിള്ളേർ ഓമനപ്പേര് വിളിക്കും. ഡ്യുവൽ ഇൻകം വിത്ത് നോ കിഡ്സ്. 2 പേർക്കും ശമ്പളം വേണം, നല്ല ശമ്പളം. ഈ IT മേഖലയിലും അവിടെയും നല്ല ജോലിയും, അവർക്കൊക്കെ ലക്ഷങ്ങളാണ് ശമ്പളം. ഈ പിള്ളേരൊക്കെ എന്തോ ചെയ്യുക? ഒരു തലമുറയുടെ ഒരു ട്രെൻഡ് ടൂറ് പോകുക. ഈ ടൂറൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുക, അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, എല്ലാവരെയും അറിയിക്കുക. ഇങ്ങനെയൊരു കൺസെപ്റ്റ് അപ്പുറത്തോട്ട് മക്കൾ പോലും ഒരു ഭാരമായിട്ട് കാണുന്ന ഒരു ലോകത്താണ്. ഒരു ഇടയ്ക്ക് ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ ഇങ്ങനെ സംസാരിച്ചു. ഒടുവിൽ അവൾ കല്യാണത്തിന് സമ്മതിച്ചു. പക്ഷേ ഒറ്റ കണ്ടീഷൻ, ഒന്നിൽ ഒരു കുഞ്ഞിനെ പറയാവൂ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് പറയുന്ന ഒരാളെ വേണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് മാക്സിമം. അപ്പം ഞാൻ ഇവളോട് ചോദിച്ചു, നീ എത്രാമത്തെയാ? ഞാൻ 3-മത്തെയാ. നിൻ്റെ അമ്മ അന്ന് 1 മതിയെന്ന് പറഞ്ഞായിരുന്നേ നീ എന്തോ ചെയ്തേനെ? നീ കാണുമോ? ഇല്ല, നമ്മുടെ അമ്മമാരെല്ലാ കുഞ്ഞുങ്ങളെയും സ്വീകരിച്ചു. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, പിള്ളേരെല്ലാം കാണാൻ വേണ്ടിയാണ്. വീട്ടിൽ 2-മതായിട്ട് ജനിച്ചവരൊന്ന് കൈവെക്കാമോ? 2-മത്തെ മക്കളായി ജനിച്ചവരൊന്ന് കൈവെക്കാം. 2-മത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, കൈതാത്തിട്ട്. 3-മത്തെ മക്കളായി ജനിച്ചവർ ശരിക്കും 3-മത്തെ കൈവെക്കുക, ദൈവം അനുഗ്രഹിക്കട്ടെ. 4-മത്തെ മക്കളായി ജനിച്ചവർ 1 2 3 4 ദൈവം അനുഗ്രഹിക്കട്ടെ. 5-മത്തെ മക്കളായി ജനിച്ചവർ ദൈവം അനുഗ്രഹിക്കട്ടെ. 6-മത്തെ മക്കളായി ജനിച്ചവർ 6 2 3 ദൈവം അനുഗ്രഹിക്കട്ടെ. 7-മത്തെ മക്കളായി ജനിച്ചവർ കൈ ഉയർന്നു. എന്ത് ചെയ്യും? 1 ഉള്ളോ? 2 പേര് ദൈവം അനുഗ്രഹിക്കട്ടെ. 8-മത്തെ മക്കളായി ജനിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഒരച്ചായനുണ്ട്. 2 പേരെ കണ്ടു, 8-മത്തെ മക്കളായിട്ട് ജനിച്ചു. എന്തൊരു പുണ്യമാണ്! അവരുടെ അമ്മ 8 മക്കളെ കൊടുത്തു ഭൂമിക്ക്. 9-മത്തെ മക്കളായി ജനിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. തിരിഞ്ഞ് നോക്ക്, കേട്ടാനുള്ള പിള്ളേരെല്ലാം കാണുക. 9-മത്തെ മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. 9-മത്തെ മക്കൾ കണ്ടോ? കാണണം. 9-മത്തെ 10-മത്തെ മക്കളായിട്ട് ജനിച്ച ആരെങ്കിലും ഉണ്ടോ? 10 ഇല്ല. ഞാൻ കേരളത്തിൽ 14-മത്തെ മക്കളെ വരെ കണ്ടു. എന്നാലും ഇവിടെ സന്തോഷം, 9-മത്തെ വരെയുണ്ട്. ചെറിയൊരു കാര്യമല്ല. ആ അമ്മ ഭൂമിക്ക് 9 മക്കളെ കൊടുത്തു. ഈ മക്കളെ കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞ് ജനിച്ച് 1 മാസം കഴിഞ്ഞ് മരിച്ചുപോയി. ഒരു അസുഖം വന്ന് മരിച്ചുപോയി, കുഴപ്പമില്ല. ആ കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ? കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ? ശ്രദ്ധിച്ചേ, കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ? സംശയമുണ്ടോ? കാണുമോ ഇല്ലയോ? കാണുമെന്ന് വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്തേ. കുഞ്ഞുങ്ങളെല്ലാം എവിടെ കാണും? സ്വർഗത്തിൽ കാണുമല്ലോ. ആ കുഞ്ഞ് ജനിച്ചു 1 ദിവസം കഴിഞ്ഞ് മരിച്ചാലും എവിടെ ഉണ്ട്? സ്വർഗത്തിൽ. ഇനിയും ഗർഭത്തിൽ വെച്ച് അബോട്ടായി പോയാലും ആ കുഞ്ഞ് എവിടെ ഉണ്ട്?
സ്വർഗത്തിലുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ജനിക്കപ്പെടാത്തൊരു കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ? ഇല്ല. അപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക് വേണ്ടി നമുക്കൊരു കുഞ്ഞിനെ കൊടുക്കുക മാത്രമല്ല, നിത്യതയ്ക്കൊരു അവകാശിയെ കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നത്. അത് ക്രൈസ്തവ സമൂഹവും വിശ്വാസ സമൂഹവും അറിയണം. അപ്പം കുഞ്ഞുങ്ങളൊരു ഭാരമാണോ? ആണോ? അല്ല, കുഞ്ഞുങ്ങളൊരു ഭാരമാണ്. ഇന്നൊരു ഭാരമായിട്ടാണ് കാണുന്നത്. എനിക്ക് 4 മക്കൾ ജനിച്ചപ്പോൾ 4ാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ ഞാൻ എൻ്റെ ചെവിക്ക് കേട്ട കമൻറ്റാണ്, അവനെന്താ വേണം, ഞങ്ങൾ ദശാംശം കൊണ്ട് ജീവിക്കുകയല്ലേ, പണിയെടുക്കണ്ടായല്ലോ. ഏതാ നമ്മൾ ദശാംശം കൊണ്ട് ജീവിക്കുന്നവരാ, അതിനകത്തെന്താ, നമ്മൾ ദശാംശം കൊണ്ട് ജീവിക്കും, നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അത്. അതുകൊണ്ട് പിള്ളേരെ ഉണ്ടായാൽ മതിയല്ലേ, ഞങ്ങളെല്ലാം ചില എന്നുള്ള കൺസെപ്റ്റ്. അവസാനം 4ാമത്തെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇല്ല. വരുന്നവരെല്ലാം ചോദിച്ച ഒറ്റ ചോദ്യം, നിർത്തിയോ നിർത്തിയോ നിർത്തിയോ. ഒടുവിൽ തൂക്കാൻ തന്നൊരു ചേച്ചി ചോദിച്ചു, എത്രാമത്തെയാ? 4ാമത്തെയാ. നിർത്തിയോ? ഇല്ല. ഇവരാ ചൂലും തിരിച്ചുകൊണ്ടങ്ങ് ചെന്നു. നിർത്തിയില്ലയോ? ഇവ കിടിപ്പ് കൂടി. ഡോക്ടർ വന്നു, നേഴ്സ് വന്നു. അവസാനം മുറി അടച്ചിട്ടിട്ട് ഫ്രണ്ടിൽ കെഴുതി തൂക്കിയിട്ടു, സന്ദർശകരെ അനുവദിക്കുന്നതല്ല. ഒറ്റ തെറ്റ. എത്ര കൊടുത്തു? 4ാമത്തെ. അത് വലിയൊരു തെറ്റായിട്ട് കണ്ട സമൂഹം. പക്ഷേ ഓർക്കണേ, മക്കൾ ആർക്ക് കൊടുക്കുന്ന ദാനങ്ങളാ? ദൈവത്തിൻ്റെ ദാനമാണ്. നിത്യതയ്ക്ക് വേണ്ടി ദൈവം തരുന്ന സമ്മാനങ്ങളാണ് കുടുംബം, അതാണ് മക്കൾ. അത് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്തേ. 9 മക്കളെ വരെ കൊടുത്ത അമ്മയുടെ മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരെന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും, അവർ ഈ മക്കളെ വളർത്താൻ എന്തുമാത്രം അന്നത്തെ കാലത്ത് കഷ്ടപ്പെട്ട് കാണും. പക്ഷെ ഒരു കാര്യം കർത്താവിൽ ആഗ്രഹിച്ചു, ആശ്രയിച്ചു. മക്കളെ തന്ന ദൈവം ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. മക്കളെ തന്ന ദൈവം ആരെയും നോക്കും? മക്കളെയും നോക്കും എന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്കായി കരുതുന്ന ആകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേലെ ഇട്ടുകൊള്ളും. അതിൻ്റെ അർത്ഥം ഭാര്യയുടെ ആരോഗ്യം നോക്കരുതെന്നോ, അതിൻ്റെ അർത്ഥം മക്കൾക്ക് വേണ്ടി മക്കൾ ജനിക്കണമെന്നല്ല. പിന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പ്രാർത്ഥനയോടെ പങ്കുചേരുമ്പോൾ, ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ, സംതൃപ്തനായ സന്തുഷ്ടനായ ദൈവം തൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ കൊടുക്കുന്ന സമ്മാനം, ആ സമ്മാനമാണ് മക്കൾ. അപ്പോൾ മക്കൾക്ക് സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ വേണ്ടി ദൈവം അവരെ സൃഷ്ടിച്ച് എല്ലാം സന്തുഷ്ടരാക്കി അവരെ ഏദൻ്റെ തോട്ടത്തിലാക്കി വെച്ചു. പക്ഷേ ഒറ്റ കണ്ടീഷൻ കൊടുത്തു, എല്ലാം അനുഭവിക്കാം, പക്ഷെ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ബലത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? കഴിക്കരുത്. ദൈവം കൽപ്പനകൾ കൊടുക്കും. പക്ഷേ ഈ പിശാചിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിശാച് എപ്പോഴും വന്നിട്ട് എന്തോ ചെയ്യുന്നറിയാമോ? കള്ളത്തെ സത്യമായിട്ട് അവതരിപ്പിക്കും. നമ്മളിപ്പോൾ ഇലക്ഷൻ്റെ കാലമൊക്കെ ആയി, ഓരോ ചെറിയ ചെറിയ സ്ലോഗൻസാണ്. ഞാൻ പറയുന്നില്ല, കാരണം രാഷ്ട്രീയം അല്ല എൻ്റെ വിഷയം. പക്ഷെ പലപ്പോഴും കള്ളങ്ങൾ അഡ്വർടൈസ്മെൻറ്റിൽ എന്തായിരിക്കും? സത്യമായിരിക്കും. അതാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ കഴിവെന്നൊക്കെ പറയുക. നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന പോലും അഡ്വർടൈസ്മെൻറ്റുകൾ കണ്ടുകൊണ്ടാണ്. അതിൻ്റെ എല്ലാം പിന്നിൽ ഭയങ്കര കുശാഗ്ര ബുദ്ധിക്കാരായ വലിയ ആളുകളുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡ് തന്നെയുണ്ട്. പോട്ടെ, പിശാച് വരെ ചതിച്ചു. എങ്ങനെയാ? അവിടെ വന്നിട്ട് ചോദിച്ചു, നിങ്ങളിത് കഴിച്ചാൽ നിങ്ങളുടെ കഴിക്കരുതെന്ന് കർത്താവ് വാസ്തവമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടോ? കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സഹോദരി എന്തോ മറുപടി പറഞ്ഞേ? കൽപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, കഴിക്കരുതെന്ന് മാത്രമല്ല, പിന്നെ തുടരുതെന്ന് പോലും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ ദൈവം തുടരുന്ന് പറഞ്ഞോ? ഇല്ല. കൂട്ടിയടിച്ച ഈ 2 കൂട്ടരെ വിശ്വസിക്കരുതെന്ന് എൻ്റെ അപ്പ എപ്പോഴും എന്നോട് പറയും. ഒന്ന്, അതിവിശുദ്ധി പറയുന്നവരെ അടുക്കരുത്. ചിലരെ കാണുമ്പോഴത്തേന് മിണ്ടത്തില്ല. എന്തുകൊണ്ട്? ദൈവദാസനെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ ടൈപ്പ് സാധനത്തോട് ഒരു 5 അടി അകന്നേ നിൽക്കാവും. എപ്പം ഈ അതിവിശുദ്ധി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നി നമ്മളെയും തള്ളിയിടും, അവരും വീഴും. അതിവിശുദ്ധി അതുപോലെ തന്നെ അപകടകാരികളാണ്. അതിവിനയം കാണിക്കുന്നവർ ചെല്ലുണ്ടല്ലോ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കുനിഞ്ഞ് കാലയിലോട്ട് വരും. കാലേ വാരാനാ, എപ്പം വാരിയെന്ന് ഓർത്താൽ മതി. അപ്പം 2 കാര്യങ്ങൾ അപകടമാണ്. അതിവിശുദ്ധി അപകടമാണ്, അതിവിനയം അപകടമാണ്. ഇവർ അതിവിശുദ്ധി പറഞ്ഞു, തുടരുന്ന പോലും പറഞ്ഞു. സാത്താൻ പഞ്ചിച്ചു. സാത്താൻ പറഞ്ഞ അങ്ങനെ അല്ല, കണ്ണു ഉറക്കും, നിങ്ങൾ ആരെപ്പോലെ ആകും? ദൈവത്തെ പോലെ. പതുക്കെ പതുക്കെ ചിന്തകൾക്ക് കാട് കയറി. അങ്ങനെ പാപം മോഹം വിതച്ചു, മോഹത്തിൻ്റെ വിത്തിട്ടു. ആ വിത്ത് പതുക്കെ വളർന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു, പറിച്ചു, കഴിച്ചു, ഭർത്താവിനും കൊടുത്തു. ഇരുവരും എന്തായി മാറി? പാപികളായി മാറി. ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം മനുഷ്യൻ പാപം ചെയ്ത് ആരായി? പാപിയായി എന്നുള്ളതാണ്. അതിനകത്ത് മതവ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, നാസ്തികനോ ഈശ്വരവിശ്വാസിയാകട്ടെ,
എല്ലാവരുടെയും അകത്തുള്ള അടിസ്ഥാനപരമായ പ്രശ്നം മനുഷ്യൻ ആരാണെന്നുള്ളതാണ്, പാപിയാണെന്നുള്ളതാണ്, അല്ലേ? മനുഷ്യൻ പാപിയാണ്. നമ്മൾ പറയും മനുഷ്യൻ്റെ ഇന്നത്തെ പ്രശ്നം എന്താണ്? അഴിമതിയാണ്. അഴിമതിയാണ്. അഴിമതി ഉണ്ടാകാൻ കാര്യം എന്താ? മനുഷ്യൻ്റെ സ്വാർത്ഥത. എനിക്ക് പണക്കാരനാകണം, ദീപസ്തംഭം, മഹാചര്യം, എനിക്കും വേണം പണം ഉണ്ടാക്കാനുള്ള ബഹളം, തത്രപ്പാട. അതിൻ്റെ ഒരു ഭാഗമായിട്ട് രാഷ്ട്രീയം പോലും സംശുദ്ധമായിരുന്നു. രാഷ്ട്രീയം, പഴയകാല രാഷ്ട്രീയക്കാരൊക്കെ എന്തുമാത്രം ചുരുങ്ങി സംശുദ്ധമായിട്ടൊക്കെ ജീവിച്ച ആ ഒരു തലമുറയൊക്കെ ഓൾമോസ്റ്റ് അന്യം നിന്ന് പോവുക. ഉന്നതമായ ചിന്തകളും ലളിതമായ ജീവിതം കൊണ്ട് മനുഷ്യനെയൊക്കെ സ്വാധീനിച്ച ഗാന്ധിജി ഉൾപ്പെടെയുള്ള വലിയൊരു രാഷ്ട്രീയ സംശുദ്ധിയുള്ള ഉറവിടങ്ങളൊക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ്? അഴിമതിയുടെ കാര്യങ്ങൾ ഒറ്റ കാര്യത്തിന് പാപമാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ആരാകണം? പണം ഉണ്ടാക്കണം. ഇന്ന് നമ്മൾ പറയും ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഭൂമിയിൽ എന്തോരം മനുഷ്യരുണ്ടായാലും അവർക്ക് പങ്കുവെക്കപ്പെടാനുള്ള റിസോഴ്സുകൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ദാരിദ്ര്യം ഉണ്ടാകുക? ഇത് കുറച്ച് പേരുടെ കയ്യിൽ, കുത്തക മുതലാളിമാരുടെ കയ്യിലാകും. ഇവരത് കൂട്ടി വെക്കുന്നു, പൂഴ്ത്തി വെക്കുമ്പോൾ സാധനം കിട്ടാതാകും. സാധനം മാർക്കറ്റിൽ ഇല്ലാതെ വരുമ്പോൾ എന്തോ കൂടും? ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുന്ന അനുസരിച്ച് എന്ത് കൂട്ടും? ഡിമാൻഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തും കൂടും? വിലയും കൂടും. കൂടത്തില്ലേ? ഇപ്പം കുടിവെള്ളം നോക്കി ഉച്ചൂടെ കഴിയുമ്പോൾ ഒരു GPay വരും, ഇത്ര രൂപ. ക്ഷാമം, ഡിമാൻഡ് കൂടും തോറും എന്ത് കൂടും? റേറ്റ് കൂടും. അങ്ങനെയാണ്, ഡിമാൻഡ് കൂടും തോറും എന്ത് കൂടും? റേറ്റ് കൂടും. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ഉണ്ടാക്കും. സ്കേഴ്സിറ്റി ഉണ്ടാകുമ്പം ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പം പ്രൈസ് കൂടും. പ്രൈസ് കൂടുമ്പം എന്തുണ്ടാകും? ക്ഷാമം ഉണ്ടാകും. അങ്ങനെ ക്ഷാമം എന്തുകൊണ്ടാണ്? ദാരിദ്ര്യം. ഇതെല്ലാം ഉണ്ടാകാൻ കാര്യം കുറച്ച് പേരുടെ സ്വാർത്ഥതയാണ്. എനിക്ക് മാത്രം പണം. ഇപ്പം തന്നെ നമുക്കറിയാം മുഴുവൻ മാളുകളൊക്കെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താ? കൊച്ചു ചെറുകിട കർഷകരെല്ലാം, ചെറുകിട കച്ചവടക്കാരെല്ലാം ഇല്ലാതാകും. അപ്പം കുറച്ച് പേര് മാത്രമുള്ള ഒരു ഭൂമിക്ക് വരുമ്പം ദാരിദ്ര്യമൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യം, അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ പ്രശ്നം എന്താ? പാപം. അതാണ് വചനം പറയുക, ആരും നീതിമാനില്ല, ഒരുത്തം പോലും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ എന്ത് ചെയ്തു? ദൈവദയസ് നഷ്ടപ്പെടുത്തി. പിന്നെ നമുക്ക് ആകെ പിടിച്ച സമ്പാദാനം എല്ലാവരും ആരാ? പാപികളാണ്. ഒരുത്തം പോലും ഇല്ല നീതിമാൻ. എല്ലാവരും എന്ത് ചെയ്തു? പാപം ചെയ്തു. ഇപ്പം പരീക്ഷയല്ലേ? പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? കെമിസ്ട്രി എല്ലാവർക്കും പാടായിരുന്നു. എല്ലാവർക്കും പാടാം. ആകെ സമാധാനം. എല്ലാവർക്കും എന്തായിരുന്നു? പാടായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെയും കാര്യം. കൊച്ചൻ പരീക്ഷ ജയിച്ച് വരിക, കേട്ടൊരു തമാശയാ. അപ്പോൾ അച്ചായൻ ചോദിച്ചെന്ന്, മോനെ നീ ജയിച്ചോടാ? അവൻ പറഞ്ഞു, അപ്പാ ഡോക്ടറുടെ മോൻ തോറ്റുപോയി. എടാ നീ ജയിച്ചോന്ന്. എൻജിയുടെ മോൻ തോറ്റുപോയി. എടാ ചെറുക്കാൻ നീ ജയിച്ചോന്ന്. വക്കീലിൻ്റെ മോനും തോറ്റുപോയി. എടാ നീ ജയിച്ചോടാ? അവൻ പറഞ്ഞു, ഡോക്ടറുടെ മോനും എൻജിയുടെ മോനും വക്കീലിൻ്റെ മോനും തോറ്റ സ്ഥിതിക്ക് ടാപ്പിങ്ങുകാരൻ അച്ചായൻ്റെ മോൻ ജയിക്കണമെന്ന് വാശി പിടിച്ചാൽ ശരിയാവപ്പാ? തോറ്റോ? ഇല്ല, എല്ലാവരും ജയിച്ചോ? എല്ലാവരും തോറ്റു. അപ്പോൾ ഇത് തന്നെ നമുക്ക് സന്തോഷം. ഒരു തരത്തിൽ എല്ലാവരും ആരായി? പാപികളായി. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവത്തെ നഷ്ടപ്പെടുത്തി. പ്രിയരെ, ഇനി എന്താ പ്രതിവിധി? നാട്ടാരെ, പ്രിയമുള്ളവരെ, ഒറ്റ കാര്യം ഉറപ്പാണ്, പാപത്തിൻ്റെ ശമ്പളം എന്താ? മരണം. തെറ്റ് ചെയ്താൽ എന്ത് ഇല്ലണം? നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. ഉപ്പ് തിന്നോ വെള്ളം കുടിക്കുക. അതൊരു പോസിറ്റീവ് കൂടാ. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പഴയ കാലത്ത് ഈ പുറത്ത് ജോലി ചെയ്യുമ്പോൾ അവർക്ക് എന്തോ കൊടുക്കുമെന്നറിയാമോ? സോൾട്ട് ടാബ്ലറ്റ് കൊടുക്കുമെന്നാണ് പറയുക. എന്തിനാന്ന് ചോദിച്ചാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കൊടുക്കും? വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ കൂടും? ദാഹം കൂടും. ദാഹം കൂടുമ്പോൾ എന്തോ കൂടും? വെള്ളം കുടിക്കും. നമ്മുടെ നാട്ടിൻപുറത്തെ ഇപ്പോൾ ഒരു സ്ഥിര അസുഖമാണ്. മിക്കവാറും മലയാളി എല്ലാം ഡയബറ്റിക്കായി, അല്ലേ? ഡയബറ്റിക് പേഷ്യൻ്റ്. ശരിക്കും അതിന് പണ്ട് കാലത്ത് പറയുന്ന രോഗത്തിൻ്റെ പേരെന്താ? മൂത്രവൊഴിൻ്റെ അസുഖമുണ്ട്. അതൊരു കണക്കിന് സത്യ. ഇവർക്ക് എന്തോ കൂടും? ദാഹം കൂടും. ദാഹം കൂടുമ്പോൾ ധാരാളം വെള്ളം കുടിക്കും. ധാരാളം വെള്ളം കുടിക്കുമ്പോൾ അവിടെ യൂറിനിലൂടെ ഈ ഷുഗർ പുറത്തു പോകും. നാച്ചുറൽ പ്രതിവിധിയാണ്. ധാരാളം വെള്ളം കുടിക്കുമ്പോൾ ഈ മൂത്രത്തിലൂടെ ഇതിൻ്റെ ഒത്തിരി അങ്ങ് പുറത്തു പോകും. അപ്പം ഇതുപോലെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. തെറ്റ് ചെയ്താൽ എന്തനുഭവിക്കണം? ശിക്ഷ അനുഭവിക്കണം. വേണ്ടേ? ശിക്ഷ അനുഭവിക്കണം. അപ്പം പാപം, ശിക്ഷ. പാപത്തിൻ്റെ ശമ്പളം എന്താ? മരണമാണ്. ഇനി അവരെ രക്ഷിക്കുക എന്താ വഴി? അതിന് ദൈവം തമ്പുരാൻ മോശ വഴി അവർക്ക് പ്രമാണം കൊടുത്തു. സിമ്പിളായിട്ട് പറയാം. അതാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്.
ആ ഏകൻ്റെ ലംഘനത്താൽ പാപവും, പാപത്താൽ എന്തു വന്നു? മരണവും വന്നു. ഇങ്ങനെ എല്ലാവരിലും, പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണു. മോശയുടെ കാലത്തിൽ ദൈവം, മോശയുടെ കാലഘട്ടത്തിലാണ് ദൈവം മനുഷ്യന് എന്ത് കൊടുത്തു? നിയമം കൊടുത്തു, പ്രമാണങ്ങൾ കൊടുത്തു, നിയമങ്ങൾ കൊടുത്തു. അതിൻ്റെ നൂലാമാലകളിലേക്കൊന്നും പോകാതെ നിയമങ്ങൾ കൊടുത്തു. നിയമം കൊടുത്തു. ഈ നിയമം കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താ? നിയമം എന്തിനാ കൊടുത്തത് ദൈവം? പോട്ടെ, അല്ല, നിയമം എന്തിനാ? നിയമം ഒറ്റക്കാര്യത്തിനാ. നിയമം രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ? മക്കളെ, നിയമം രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ? നിയമം ഇപ്പം കഠിന ശിക്ഷയാണെന്നാ പറയുക. ഭയങ്കര പാടാ ഊരി വരാൻ. ലൈസൻസ് ഇല്ലാത്ത, പ്രായപൂർത്തിയാകാത്ത മക്കളെയും കൊണ്ട് വണ്ടിയെ പിടിച്ചാൽ ആരുടെ ലൈസൻസ് റദ്ദാക്കും? അപ്പൻ്റെ അമ്മയുടെ. എന്തിനാണെന്നറിയാമോ നിയമം കഠിനമാക്കിയത്? ഒരു കാരണവശാലും പിടിച്ചാൽ 500 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അത്രയും ലൈറ്റാകും. 500 രൂപ പോകുന്നല്ലേ ഉള്ളൂ. അപ്പം കഠിനമാക്കി. ചെറിയ ശിക്ഷയല്ല. അപ്പൻ്റെ അമ്മയുടെ ലൈസൻസ് 6 മാസത്തെ ക്യാൻസലാക്കും. 18കാരന് പിന്നെ 21 കഴിയാൻ ലൈസൻസ് എടുക്കാൻ ഒക്കത്തില്ല. ഇത്രയും നിയമം കർശനമാക്കാൻ കാര്യം എന്താ? ഒരാൾ പോലും ലൈസൻസ് ഇല്ലാതെ, പ്രായപൂർത്തിയാകാതെ വണ്ടി എടുത്തുകൊണ്ട് എവിടെ പോകരുത്? റോഡിൽ പോകരുത്. എന്തിനാണ് നിയമം കഠിനമാക്കിയത്? നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. അപ്പോൾ ആ ശിക്ഷ ഓർത്തെങ്കിലും എന്ത് ചെയ്യണം? അനുസരിക്കണം. നമുക്കറിയാം, ഇപ്പം സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈൻ കൊടുക്കണം. അതുപോട്ടെ, ബൈക്കിൽ പോകുമ്പോൾ എന്ത് വെക്കണം? ഹെൽമെറ്റ് വെക്കണം. എന്തിനാ ഹെൽമെറ്റ് വെക്കുക? ആർട്ടിഫിഷ്യൽ ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടാനാണോ? അല്ല, ഒറ്റ കാര്യത്തിന് വീണ തലയ്ക്ക് ക്ഷതം വെക്കും. അപ്പം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ആ ഹെൽമെറ്റ്, അല്ലാതെ ഗവൺമെൻറ് കാശ് കിട്ടാൻ വേണ്ടിയാണോ? അത് മറ്റൊരു കാര്യം. എന്നാലും നമുക്കൊരു കാര്യമുണ്ട്, ഈ നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ക്യാമറ ഒക്കെ ഉണ്ടായിട്ടും പിന്നെയും പോലീസ് ചെക്കിങ്ങിന് ഇറങ്ങും. എന്നാലും എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഇവിടെ ജാതിയും മതവും ഭയങ്കര വർഗീയതയാണെന്നാണ് പറയുന്നത്. ഒറ്റ കാര്യത്തിൽ മാത്രം ഞാൻ സമ്മതിക്കത്തില്ല വർഗീയതയാണെന്ന് പറഞ്ഞാൽ. കാരണം ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ വളവിനൊക്കെ പാത്താണ്. ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത വളവിനാണ് പോലീസുകാർ ചെക്കിങ്ങിന് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം. എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ അങ്ങോട്ട് പോകുമ്പം അവിടുന്ന് വരുന്നവരെന്തോ അടിച്ച് കാണിക്കും? ലൈറ്റ്. ഇവിടെയും കാണിക്കുമോ? ലൈറ്റ് കാണിക്കും. അപ്പം അവിടുന്ന് വരുന്ന കാവിക്കലി കൊടുത്ത എൻ്റെ ഹൈന്ദവ സുഹൃത്തും എൻ്റെ ഇസ്ലാം സുഹൃത്തും എല്ലാം ഉപദേശിയായി എനിക്കും ലൈറ്റ് അടിച്ച് കാണിക്കും. അർത്ഥം, എടാ മോനെ, പോലീസിൻ്റെ കാര്യം വരുമ്പം നമ്മളൊന്ന്. അതിനകത്ത് ജാതിയില്ല, മതമില്ല. ഉണ്ടോ? ഇല്ല. വളവിന് 2 മണിക്കൂറായിട്ട് പോലീസ് നിൽക്കുക. ഒറ്റയാളെ കിട്ടിയില്ല. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് ഡീസൻ്റായിട്ട് വരിക. ഒരു പോലീസുകാരൻ വെറുതെ നടന്നു വന്നപ്പോൾ ഒരു വളവിൻ്റെ അപ്പുറത്ത് ഒരിച്ചിരി അടിച്ചിട്ട് ഒരാൾ നിന്നിട്ട് എല്ലാവരെയും തടഞ്ഞു നിർത്തി. പോലീസുണ്ട്, ഉള്ളവർ മാത്രം പോന്നു, ബാക്കി എല്ലാവരും വിടുക. ഈ പുള്ളിയെ പൊക്കി എടുത്തുകൊണ്ട് പോയി. ഞാനാ പോയി ഇറക്കിക്കൊണ്ട് വന്നേ എന്ന് പറഞ്ഞ് വിടത്തില്ല. 2 മണിക്കൂർ മെനക്കെടുത്തിയ, ഒറ്റ രൂപ കിട്ടിയില്ല. അവർ 5 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ സാമൂഹ്യ സേവനം ചെയ്യണ്ട. അപ്പം കുറേ വർഷം മുമ്പ് എന്നാലും ഈ പോലീസിനെ പേടിച്ചാണ് നമ്മളിതിടുന്നത്. പക്ഷെ സത്യത്തിൽ ഇതാരെ രക്ഷിക്കാനാ? നമ്മെ രക്ഷിക്കാൻ. റാലി നടന്നൊരു സംഭവം. ഒരു ഉപദേശി ഹെൽമെറ്റ് തൂക്കിയിട്ടുകൊണ്ട് പോയി. പോലീസ് പിടിച്ചു. പുള്ളി എന്ന് പറഞ്ഞാൽ, ഞാൻ പാസ്റ്റർ പ്രസംഗിക്കാൻ പോവുക, ധൃതി വെച്ച് പോയതാ സാറേ. സാർ അവിടെ നിന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് ഭയങ്കര ബഹുമാനമാണ് പാസ്റ്റർമാരെ. ഈ നാട് നിന്നാകണമെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കണം. എന്തുമാത്രം മദ്യപാനികളാണ് രക്ഷിക്കപ്പെടുന്നു, മാനസാന്തരപ്പെട്ട് നല്ല പാത വരുന്നത്. പക്ഷെ പാസ്റ്ററെ, പ്രസംഗിക്കണേ തല വേണ്ടേ? പാസ്റ്റർ ഇച്ചിരി ഫൈൻ കൂട്ടിത്തരണം. കാരണം പാസ്റ്റർ ജീവനോട് ഇരുന്നാലേ ഈ നാട് നന്നാകത്തുള്ളൂ. അപ്പോൾ ശിക്ഷ കിട്ടുന്ന ആർക്ക് വേണ്ടിയാണ്? നമ്മൾ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ? രക്ഷിക്കാനാണ്. ഏത് തെറ്റ് ചെയ്താലും ശിക്ഷ കിട്ടും. കിട്ടത്തില്ലേ? കിട്ടുമോ? കിട്ടും. മനുഷ്യനോട് ദൈവം പറഞ്ഞു, മുഖത്തെ വേർപ്പോട് എന്ത് കഴിക്കണം? ഉപജീവനം കഴിക്കും. അർത്ഥം, കഴിക്കണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? അർത്ഥം, കഴിക്കണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? വേർതിരിക്കണം. സിമ്പിൾ പ്രിൻസിപ്പിളാണ്. കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വേർക്കണം. അങ്ങനെയായിരുന്നു പൂർവികർ ജീവിച്ചത്. രാവിലെ എഴുന്നേറ്റാൽ അമ്മ അടുപ്പിലെ ചാരം മാറ്റി അടുപ്പിലെ കാപ്പിക്ക് വെള്ളം വെക്കും. എന്നിട്ട് നേരെ എങ്ങോട്ടിറങ്ങും? മിറ്റത്തോട്ടിറങ്ങും. എന്ത് ചെയ്യാനാ? മിറ്റം തൂക്കാൻ. മിറ്റം തൂക്കുമ്പം മിടുക്കരമ്മച്ചിമാരാണെങ്കിൽ നീളം കുറഞ്ഞ ചൂലേ മരുമൂക്ക് കൊടുക്കത്തുള്ളൂ.
ഇന്നലെ നീളം കുറഞ്ഞ ജോലി കൊടുക്കുന്നറിയാം. അവൾ കുനിഞ്ഞ് നിന്ന് തൂറ്റിട്ട് വയറ് ചാടരുത്. അതിന് മിറ്റമെല്ലാം തൂക്കും. ഈ മിറ്റം തൂക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ പിള്ളേരെല്ലാം ഫ്ലാറ്റിൽ പോകുന്നത്. അപ്പോൾ എന്തോ ചെയ്യണ്ട, തൂക്കണ്ട. മനസ്സിലായില്ലേ? ഫ്ലാറ്റാണെങ്കിൽ മിറ്റം തൂക്കണ്ടായാലും മിറ്റം തൂക്കണം. മിറ്റം തൂക്കാൻ അത് കഴിയുമ്പോഴത്തേന് പിന്നെ അപ്പോഴത്തേന് വേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കഴിക്കുക. അസുഖമുണ്ടോ? ഇല്ല. ഒരു നാഴി അരിയുടെ ചോറുണ്ണു. എന്നോ ചോറൊക്കെ ഉണ്ടെന്നേ. എന്നിട്ടും അവർക്ക് എന്തില്ലായിരുന്നു, ഷുഗറില്ലായിരുന്നു. കാരണം അവരെങ്ങനെയാണ് കഴിച്ചേ, വേർത്തിട്ട് കഴിച്ചു. ഒരു കുഴപ്പമുണ്ടോ? ഇല്ല. 2 കിലോ കപ്പയും തിന്നും. ആർക്കെങ്കിലും കപ്പയ്ക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. ഭയങ്കര ബാലൻസ്ഡ് ആയിരുന്നു. കപ്പ, കാർബോ വിത്ത് മത്തി, പ്രോട്ടീൻ, ഫോളിക് ആസിഡ് എല്ലാം കൂടെ കൂട്ടി അവർക്കൊരു കുഴപ്പമില്ല, ജീവിച്ചു. കാലം മുമ്പോട്ട് പോയി, കഴിച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല, വേർത്തില്ല. വേർക്കാതെ കഴിച്ചു. കിട്ടി ശിക്ഷ. എനിക്കും കിട്ടിയ പല്ല് ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് കണ്ടാൽ അറിയാം. എന്തോ ശിക്ഷ കിട്ടിയേ? ഡയബറ്റിക് കിട്ടി, പ്രഷർ കിട്ടി. പിന്നെ ബാക്കിയൊക്കെ ദൈവം കൃപയില്ല. എന്തായാലും ഡയബറ്റിക്കും പ്രഷറും എല്ലാം കിട്ടി. ഡോക്ടർ പറഞ്ഞു, എന്തോ പറഞ്ഞു, രാവിലെ 45 മിനിറ്റ് എന്ത് ചെയ്യണം, നടക്കണം. എങ്ങനെ നടക്കണം? കൈ വീശി വേർത്ത് നടക്കണം. പക്ഷെ ഞാനങ്ങ് നിർത്തി. നടക്കാൻ പോയപ്പം പട്ടി കടിച്ചു. അപ്പം ഞാനോർത്ത് പേ പിടിച്ച് ചാകുന്നതിനും നല്ലത് കുറച്ച് ആളൊക്കെ ഇരുന്നോളൂ. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് നടക്കാൻ പോയപ്പം വണ്ടി ഇടിച്ച് കത്തുപോയി. എനിക്കങ്ങ് സങ്കടമായി. അവൻ നടക്കാൻ പോയില്ലായിരുന്നേ അവനൊരു 60 വയസ്സ് വരെയെങ്കിലും പോകത്തില്ല. അപ്പോൾ എന്തോ ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ ആകെപ്പാടെ ഇപ്പോഴത്തെ ഡയറ്റ് എന്നാന്നറിയാം. 4 മണിക്ക് ഉഴുന്നുവട കഴിക്കുമ്പം പേപ്പറെ പൊതിഞ്ഞ് ഞെക്കിയിട്ട് കഴിക്കും. അതാണ് നമ്മുടെ ആകെ ഡയറ്റ്. ആ പേപ്പറിൻ്റെ ചെളി കൂടെ വയറ്റി ചൊല്ലും. പൊക്കോട്ടെ എൻ്റെ പ്രിയരെ. തെറ്റ് ചെയ്താൽ എന്തോ കിട്ടും? കിട്ടിയോ? കിട്ടിയില്ലേ? കിട്ടി. മദ്യപിച്ച എന്തോ പോവും? കരൾ പോവും. കിട്ടത്തില്ലേ? വലിച്ച എന്തോ പോവും? ലങ്സ് പോവും. കിട്ടിയില്ലേ? കിട്ടി. തെറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. പക്ഷേ ഈ ശിക്ഷ കിട്ടുമെന്നറിഞ്ഞിട്ടും മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി? തെറ്റ് ചെയ്യാൻ. അപ്പോൾ ശിക്ഷ നിയമം വെച്ചു. നിയമം 10 കൽപ്പനകൾ, അതിൻ്റെ ഉപകൽപ്പനകൾ. ഇനി ഇതൊന്നും അറിയത്തെങ്കിലും മനസാക്ഷിക്കകത്തൊരു നിയമം ഇരിപ്പുണ്ട്. ഉണ്ടോ? മനസാക്ഷി ഉണ്ടോ? ഉണ്ട്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ലഹരി അനുവദിക്കത്തില്ല. അറിഞ്ഞുകൊണ്ട് തിരുമേശ എടുക്കരുന്ന് കർശനമായിട്ട് വിലക്കും. പണ്ടൊക്കെ പരസ്യമായിട്ട് വിലക്കായിരുന്നു. ഇപ്പം നമ്മൾ ചെവിയിലെങ്കിലും പറയും, അറിഞ്ഞുകൊണ്ട് അടി കിട്ടുമെന്ന് പറയും. സത്യവുമാണ്. എന്താ ലഹരിക്കെതിരെ നമ്മൾ ഇത്ര കർശന നിയമം എടുക്കുന്നത്? നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ എന്താ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരത്തെ എന്ത് ചെയ്യരുത്? നശിപ്പിക്കരുത്. എന്നാൽ ഈ സിഗരറ്റ് വലിയൊക്കെ ചെയിൻ സ്മോക്കേഴ്സ് ആയിരുന്ന ആൾക്കാർ, പൊന്നുമുത്ത മോനെ അക്കരെ മിണ്ടാതിരുന്ന മുട്ടായി തരും പാസ്റ്ററെങ്കിലും മിണ്ടായിരുന്ന പോരാ നേരത്ത് മുട്ടായി തരാമെന്ന് പറഞ്ഞേ ഉണ്ടല്ലേ. അപ്പോൾ അങ്കിളിനോട് മേടിച്ചോണം മിണ്ടായിരുന്നിട്ട്. അപ്പോൾ എൻ്റെ പൊന്നും പ്രിയരെ, ഇവർ ചെല്ലോടൊക്കെ ചോദിക്കും ബീഡി വരെ നിർത്തിയോ? നിർത്തി. അച്ഛാ സത്യമാണോ? നിർത്തി അച്ഛാ. 4 ചായ പാക്കറ്റ് ഒക്കെ ആയിരുന്നു, ഇപ്പം നിർത്തി. പിന്നെയും ചോദിച്ചു സത്യം പറഞ്ഞാൽ ചോദിക്കും. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. പിന്നെ രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പം മാത്രം ഒരു 1-2 പോകാം, അത് മാത്രമേ ഉള്ളൂ പാസ്റ്റർ. അത് മൊത്തം വലിക്കത്തില്ല. പിന്നെ ഇവിടെ എന്തിനാ പോകുമ്പോൾ ഇച്ചിരി വലിക്കുന്നേ? അതൊരു പ്രശ്നമാണ്. ആദ്യം വലിച്ചപ്പോൾ എവിടെ നിന്നാണ് വലിച്ചേ? ടോയ്ലറ്റിൽ പോയിരുന്ന. ആര് കാണാതിരിക്കാനാ? അമ്മ കാണാതിരിക്കാനാ. അമ്മ കണ്ടാൽ മോശമാണെന്ന് പറഞ്ഞ ആരാ? മനസാക്ഷി. അപ്പം മനസ്സിനകത്ത് തന്നെ എന്തുണ്ട്? ഒരു നിയമമുണ്ട്. ഉണ്ടല്ലോ. അപ്പം പിന്നെ മനസാക്ഷി നിർജീവപ്പെടും. അപ്പം മനസാക്ഷി പറയണേ, നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ശിക്ഷ. പക്ഷേ ഈ ദൈവശിക്ഷയ്ക്ക് ഒരു പ്രശ്നമുണ്ട് മക്കളെ. ലോകശിക്ഷയിൽ ഒരാളെ കോടതി അങ്ങ് വിധിച്ചു എന്ന് വെക്കുക, അവന് 40 കൊല്ലം കഠിന തടവാ, കിടക്കട്ടെ, അനുഭവിക്കട്ടെ. അത്ര കിരാതമായ മനുഷ്യ മനസാക്ഷിയെ ഒലച്ച കൊലപാതക കിടക്കട്ടെ. പക്ഷെ ഇഷ്ടൻ 10 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങ് ചത്തുപോയി. അടുത്ത 30 വർഷം കൂടെ മൊബൈൽ മോർച്ചറിയിൽ പൂജപ്പുര വെക്കുവോ? ഇല്ല. ചത്തു. എന്തോ തീർന്നു? ശിക്ഷ തീർന്നു. എന്നാൽ എൻ്റെ പൊന്നു മക്കളെ, നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടക്കാരെ എല്ലാവരും അറിഞ്ഞു ഈ ദൈവകോടതിക്കൊരു പ്രശ്നമുണ്ട്. ചത്താലും പൊക്കിയെടുക്കും. എന്നിട്ട് കൊണ്ട പച്ച കഥക്കനെ നിർത്തും. മരിച്ച ഒരു ആപാലവൃദ്ധം എവിടെ നിൽക്കുന്ന കണ്ടു? സിംഹാസനത്തിൻ്റെ. അപ്പം ചത്തുപോയാലും തീരത്തില്ല, പൊക്കിയെടുത്ത് കൊണ്ട് നിർത്തും.
ഒരിക്കൽ മരിക്കുകയും പിന്നെ മരിച്ചവരാവാല വൃദ്ധം എവിടെ നിൽക്കുന്നത് കണ്ടു. ദൈവ വെളിപ്പാട് ദിവസം പറയുന്ന സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവനവന് അവിശ്വാസികൾ, ഭീരുക്കൾ, അവിശ്വാസികൾ എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് പറയുക. അപ്പോൾ അവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്ക അത്രേ. ഇത് രണ്ടാമത്തെ മരണം. അപ്പം കേട്ടോ, ശിക്ഷ. നിയമം ലംഘിച്ച എന്ത് കിട്ടും? ശിക്ഷ. അതെന്താ? ന്യായപ്രമാണം കൊടുത്തത് ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ്. പക്ഷേ രക്ഷാകാരണമായി നിയമം മനുഷ്യനെന്തായി? ശിക്ഷാകാരണമായി. എന്തിനാ? നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്തൊരു തിന്മയുടെ പ്രമാണം ഇവിടെ ഇരിക്കുക, അവയവത്തിലിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പിള്ളേരെല്ലാം നല്ല മക്കളാണ്. മക്കളെ പഠിക്കണമെന്ന് ഇഷ്ടമില്ലാത്ത ഒറ്റ മക്കളുണ്ടോ? ഉണ്ടോ? പഠിക്കാൻ ഇഷ്ടമാണോ? പഠിക്കണ്ടേ? പഠിക്കണം. അവരതുകൊണ്ട് തീരുമാനിച്ചു ഈ വർഷം പഠിക്കും. അതുപോലെ വിശ്വാസികളും എല്ലാ 31-നും തീരുമാനിക്കും അടുത്ത വർഷം കർത്താവിന് വേണ്ടി ജീവിക്കും. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അളിയ ഞാനൊരു പുതിയ തീരുമാനം എടുത്തു. എന്ത്? എടാ, കഠിനമായ തീരുമാനമാണ്. കഠിനമായ ഈ വർഷത്തെ തീരുമാനം. എന്താടാ അളിയ? എൻ്റെ അളിയ ഒരു തീരുമാനം എടുക്കുന്നില്ലെന്നങ്ങ് തീരുമാനിച്ചു. കാരണം കുറേ നാളായിട്ട് തീരുമാനിക്കുന്നതല്ലാതെ ഒരു കാര്യം നടക്കുന്നില്ല. അതാണ് കുഴപ്പം. നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സമ്മതിക്കാതെ. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പിള്ളേർക്ക്. അതിന് പല പിള്ളേരും നേരത്തെ കിടക്കും. പണ്ട് 10ാം ക്ലാസ്സിൽ കയറുമ്പോൾ അപ്പ കൊടുക്കുന്ന ഒരു സമ്മാനമുണ്ട് പിള്ളേർക്ക്. എന്താ മേടിച്ചു കൊടുക്കും? ഇപ്പോഴാണ് മൊബൈലിൽ അലാറം, മറ്റേ എന്തോ ക്ലോക്ക്, ടൈം പീസ് കണ്ടിട്ടുള്ളവരൊന്ന് കൈ പൊക്കിക്കേ. വെക്കും. എത്ര മണിക്കാ? 4 മണിക്ക്. എന്നിട്ട് എന്തോ ചെയ്യും? നടിക്കും. എന്നിട്ട് നമ്മളെന്തോ ചെയ്യും? എത്തിക്കുത്തി എന്തോ ചെയ്യും? ഓഫ് ചെയ്യും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? ഉറങ്ങും. ഇത് തന്നെയാ അലാറം അടിക്കും, അലാറം ഓഫ് ചെയ്യും, ഉറങ്ങും. എന്നിട്ട് പരീക്ഷ വരുമ്പം തലേദിവസം ഉണർന്നിരിക്കും. പരീക്ഷ ഹാളിലെല്ലാം മറന്നുപോകും. കണ്ടോ? എന്താ? നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴും ഓർത്തോണം, ഏത് കല്യാണത്തിന് പോയാലും ഐസ്ക്രീം രണ്ടാമതും മേടിക്കുന്നവൻ അവൻ്റെ ഷുഗർ 500 ആയിരിക്കും. അവരാണ് ഈ പിന്നെയും എന്നാൽ വീട്ടിൽ കൊടുക്കത്തില്ല. എടോ ഇടടോ പീസ് ഇടോ ഇങ്ങോട്ട് തനിക്ക് എന്ന് പറഞ്ഞാൽ പീസ് തന്നെ ചോദിച്ച് എടുക്കുന്നതിൻ്റെ കൊളസ്ട്രോൾ 300 ആയിരിക്കും. എന്താ? വീട്ടിൽ തരത്തില്ല. നന്മ ചെയ്യണം. അതിന് അവച്ചാ കഴിക്കണ്ടേ? കല്യാണത്തിന് പോകുമ്പോൾ മാത്രമേ ഉദ്ദേശിച്ച് ഞാൻ ഇതൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ? കഴിക്കത്തുള്ളൂ. പക്ഷെ ഒറ്റ കല്യാണം മുടക്കത്തില്ല. എന്നും എന്തുണ്ട്? കല്യാണം. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഉദ്ദേശിമാർക്ക് എന്നും എന്താ? കല്യാണം. അപ്പം നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്തൊരു തിന്മയുടെ പ്രമാണം അവയവത്തിൽ വ്യാപരിച്ച് പാപത്തിന് എന്താക്കി? ബദ്ധനാക്കി. അപ്പം തെറ്റ് നിയമം കൊടുത്തു. എന്താ? ശിക്ഷ. മറാനൊക്കു നിയമം രക്ഷിക്കാൻ കൊടുത്ത എന്തായി? ശിക്ഷ കാരണമായി. എന്നിട്ടും ശരിയാകുന്നില്ലെന്ന് കണ്ടപ്പോൾ നിയമം കുറച്ചുകൂടെ ഒന്ന് കഠിനമാക്കി. ആ കഠിനമാക്കിയ നിയമമാണ് ശാപം വരുമെന്ന് പറഞ്ഞു. ശാപം വരുമെന്ന് പറഞ്ഞത് ശപിക്കാനാണോ? അല്ല. എന്തിനെന്നറിയോ? രക്ഷിക്കാനാ. കാരണം ഈ മക്കൾ സമ്മതിക്കാത്തൊരു കാര്യമുണ്ട്. അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? മിണ്ടുന്നില്ല ഒറ്റ ഒരെണ്ണം. അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. സമ്മതിച്ചല്ലോ. അത് ബോധമുള്ള ഒന്നും 18 ഇറങ്ങിപ്പോത്തില്ല. പോമോ? ഇല്ല. 18 ആകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇതിന് കണ്ട പാവം പോലും ഇല്ലെന്നേ. ഞാൻ എത്ര ഇടത്താണ് പോകുന്നത്, കണ്ട പാവം പോലും ഇല്ല. ഇതാരാ? അതിൻ്റെ ഒരു നിപ്പ് കാണണം. അയ്യോ, തൊടാനൊക്കെ 18 കഴിഞ്ഞില്ലേ? സത്യത്തെ അതിനെ അങ്ങ് അടിച്ച് കൊല്ലാൻ തോന്നും. കാരണം ഇത് അമ്മയല്ലേ, അപ്പനല്ലേ. ഞാൻ എനിക്ക് പോകണ്ട, എനിക്ക് ഇവരുടെ പോകേ വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നതൊക്കെ ഓർത്തോണേ. ഈ അപ്പനും അമ്മയും ജീവിച്ച ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. ഞാൻ എല്ലാ മക്കളോടും പറയും, അവർ ജീവകാലത്ത് കഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം സങ്കടം മാറുന്ന ഒറ്റ ദിവസമാണ് 10 പേരെ പിടിച്ച് നിൻ്റെയൊക്കെ കല്യാണം നടത്തുമ്പോൾ. അന്നേരം ഞങ്ങളുടെ ഉപദേശി പറയും, ഇപ്പോൾ സ്വന്തമായിട്ടോ ഉത്തരവാദിത്തപ്പെട്ടവരോ അവരെ സ്റ്റേജിലേക്ക് ആനയിക്കാവുന്നതാണ്. അന്നേരമാണ് ഗമയിൽ 2 പേര് കയറി വരും. ആരാ? അപ്പനും അമ്മയും. അവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു സംഭവം അല്ലേ? അപ്പം നോക്കണേ എൻ്റെ പ്രിയരെ, അത് കളയരുത് കേട്ടോ. അപ്പം നോക്കണം, അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. മക്കൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. അപ്പം ശാപം വരുന്നത് നമുക്ക് മാത്രമല്ല, എത്ര പേർക്ക് വരാം? 4 തലമുറ വരെ വരാം. അതിന് കാരണമുണ്ട്. ഒന്ന് മക്കൾ. ഇനി മക്കളെക്കാട്ടി ഇഷ്ടം ആരെയാ? മക്കളെക്കാട്ടി ഇഷ്ടം ആരെയാ? സമ്മതിക്കത്തില്ല. മക്കളെക്കാട്ടി ഇഷ്ടം ആരെയാ? കൊച്ചുമക്കളെയാണ്. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്,
ഇപ്പോഴാണ് പിള്ളേരെയൊക്കെ തല്ല് പറഞ്ഞ് മക്കളെ ഈ വല്യപ്പനും വല്യമ്മയും വളർത്തിയ പിള്ളേരെ പിഴച്ചു പോകുമെന്ന് പറയും. കുറച്ച് സത്യമുണ്ട്. കാരണം ഇവരെന്തോ ചെയ്യത്തില്ല, തല്ലത്തില്ല. ഇപ്പോൾ തല്ല് കുറവാണ് സത്യത്തിൽ. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയാൽ ഇപ്പം തല്ലാനും ഒക്കത്തില്ല. എന്നാൽ എന്നെയൊക്കെ തല്ലുന്ന അതിശാസ്ത്രീയമായിട്ടായിരുന്നു. എന്തോ ഒരു ശാസ്ത്രീയമായ അടിയായിരുന്നു. നിക്കർ ഊരി എണ്ണ ചൂടാക്കി പുരട്ടി വടി വെട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ മുമ്പിൽ ഇരുന്നാൽ ഇത് കലാപരിപാടിയാണ്. കുറേ നേരത്തെ ഇതങ്ങ് തീരത്തില്ല. വടി വെട്ടി വഴറ്റി വടി വരുമോ ഇല്ല. മിലിറ്ററി അടിയായിരുന്നു. എൻ്റെ പൊന്നെ, എൻ്റെ അപ്പ അടി കഴിഞ്ഞ് പോകുമ്പോൾ, അവധി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ പാടിയിട്ടുണ്ട്, ഞാനും പെങ്ങളും കൂടെ. സന്തോഷം വന്നല്ലോ, സന്താപം തീർന്നല്ലോ, സന്തോഷം എന്നി വന്നല്ലോ. അത്ര അടിയായിരുന്നു. പക്ഷെ എനിക്ക് മക്കളുണ്ടായപ്പോൾ അടിക്കാൻ സമ്മതിക്കത്തില്ല. ഞാനൊരു വട്ടം കൊച്ചിനെ അടിക്കാൻ പിടിച്ചപ്പോൾ അപ്പ പറഞ്ഞ് അടിക്കരുത്. ഞാൻ അതെന്നെ അടിക്കരുതേ. അതെ, എൻ്റെ ഇവിടെ ഏതാണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം നമ്മളെ അടിച്ചപ്പോൾ ഒരു ഏതാണ്ട് ഇല്ലായിരുന്നല്ലേ? എടാ അങ്ങനെ പറയില്ലടാ, ഇവിടെ ഏതാണ്ട്. ഞാൻ ദൂരെ ഇട്ട് അടിച്ചോളാം. ഞാനൊരടി കൊടുക്കേ ഇഷ്ടം പുറകിൽ നിന്നൊരടി എൻ്റെ കന്നം തീർന്നു. എന്നിട്ട് പറയാം, കുറേ നാളായി അടിച്ചിട്ടുണ്ട്. എങ്ങനെ ആരോഗ്യമൊക്കെ നോക്കിയാന്ന്. അന്നേരം 3 പിള്ളേരുടെ അപ്പനെ കണ്ടോ കൊണ്ടു. ആരെ അടിച്ചപ്പം? കൊച്ചുമക്കളെ. അപ്പം വൃദ്ധൻ്റെ മക്കൾ വൃദ്ധൻ്റെ കിരീടം അല്ലേ? കിരീടമാണ്. വല്ല അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ മക്കൾക്കോ മക്കൾക്കോ ഒക്കെ ദോഷം വരുന്നോ ചെയ്യുമോ? ഇല്ല. അതിനാണ് ശാപം വരുമെന്ന് പറഞ്ഞത്. ശപിക്കാനല്ല. മക്കളെയും ഒക്കെ ഓർത്ത് മര്യാദയ്ക്ക് എന്ത് ചെയ്യണം? ജീവിക്കണം. പക്ഷെ അകത്ത് എന്തോ ഇരിക്കുക? പാപം. ഈ പാപം എന്തോ ചെയ്യിപ്പിച്ചു? പാപം അരുതാത്ത് ചെയ്യിപ്പിച്ചു. എന്തോ വന്നു? ശിക്ഷയുടെ കൂടെ എന്തുകൂടെ വന്നു? ശാപം കൂടെ വന്നു. ശാപം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ശാപമുണ്ട്. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു അച്ഛൻ്റെ മകനാ, പള്ളിയിലച്ഛൻ്റെ മോനാ. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അച്ഛൻ പറഞ്ഞൊരു സംഭവമാണ്. ഒരു പള്ളിയിൽ അച്ഛൻ്റെയൊക്കെ ആ ഇടവകയുടെ അവിടെ നടന്ന ഒരു പഴയ കാലത്ത് നടന്നൊരു കാര്യമാണ്. പ്രായമുള്ളൊരു വൈദികനാണ്. അപ്പോൾ 2 വിശ്വാസികൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായി. പള്ളി ഇടവക വഴക്കുണ്ടായി. അപ്പോൾ ഒരാളുടെ വീട്ടിൽ, ഈ പള്ളിയിൽ ഒരാളുടെ ഏതാണ്ട് മാമോദീസ നടക്കുക. അപ്പോൾ ഈ മാമോദീസ സെറിമണി നടക്കാതിരിക്കാൻ വേണ്ടി മാമോദീസയുടെ തലേ രാത്രിയിൽ ഏതാണ്ട് മറ്റേ കൂട്ടർ ഓട് പൊളിച്ച് പള്ളിക്കകത്ത് ഇറങ്ങിയിട്ടൊരു മാമോദീസ തൊട്ടിലിനകത്ത് വെളിക്കിറങ്ങി. മാമോദീസ അപ്പോൾ രാവിലെ വരുമ്പോൾ വെളിക്കിറങ്ങി കിടക്കുന്നതിനകത്ത് ആരെങ്കിലും മാമോദീസ മുക്കുമോ? പള്ളി ചെയ്ത പിന്നെ ആരും ആ പള്ളി മാമോദീസ മുക്കാതായി. പള്ളി ഓൾമോസ്റ്റ് അടച്ചിടുന്ന പോലായി. അപ്പോൾ അന്നുണ്ടായിരുന്ന താപസ ശേഷനായിരുന്ന വലിയ തിരുമേനി വന്ന് ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടി. എന്നിട്ട് വലിയ തിരുമേനി തന്നെ ഈ മാമോദീസ തൊട്ടിൽ കഴുകിയിട്ട് വലിയ തിരുമേനി ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രാർത്ഥനകളും ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ നടത്തി അതിലെ വെള്ളം കോരി കുടിച്ചതിന് ശേഷമാണ് ഇതിനകത്ത് മാമോദീസ നടക്കുന്നത്. പെന്തക്കോസ്ത് വിശ്വാസികളാണ് ഞങ്ങൾ. ശിശു സ്നാനത്തിൽ വിശ്വസിക്കുന്നില്ല. ആ സത്യം ഉറപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. എന്നിട്ടും അച്ഛൻ പറയുന്നൊരു കാര്യം ഞാൻ കേട്ടിട്ട് പേടിച്ചു പോയി. തലമുറകളായിട്ട് ആ വെളിക്കിറങ്ങിയുടെ വീട്ടിൽ ആർക്കെങ്കിലും ആ കുടുംബത്തിൽ മലാശയ ക്യാൻസർ കാണും, മലദ്വാരത്തിൽ ക്യാൻസർ കാണും. എന്തൊക്കെ വേട്ടയാടുന്ന ശാപം വേട്ടയാടുന്നു. ശാപം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ശിക്ഷയും ശാപവും നമ്മുടെ പഴയ കാലത്തെ തറവാടുകൾ എങ്ങനെ ശാപം വരാം? ശാപം പല രീതി വരാം. ദരിദ്രൻ്റെ കണ്ണീര് വീണ കൂലി നിലവിളിച്ചാൽ എന്തോ വരും? ശാപം വരും. എന്തിയെ തറവാടുകളെല്ലാം? എന്തിയെ വലിയ വലിയ തമ്പ്രാന്മാരെല്ലാം? എന്തിയെ ഒറ്റ എണ്ണത്തെ കാണിച്ച് തമ്പ്രാക്കന്മാരുടെ പിന്തലന്മാർക്കാരെ എരന്ന് ജീവിക്കുന്നവരുണ്ട്. എന്താ പറ്റിയെന്നറിയാമോ? ശാപം. കൂലിക്കാരൻ ചെന്ന് ചോദിക്കും. കൂലി ചോദിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. അല്ല എമ്മാനെ ഇത്രൂടെ, ഒരടി, ഒരു ഉന്ത്, ഒരു തള്ള, ഒരു ഞെക്ക്. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ കണ്ടത്തിൻ്റെ മട ഉറയ്ക്കണമെങ്കിൽ ആരെ കൂടെ ചവിട്ടി താക്കണം? മനുഷ്യനെ കൂടെ താക്കണം നിർബന്ധത്തിൽ. ചരിത്രങ്ങൾ പറയുന്നു ആരെയൊക്കെയോ അതിനകത്ത് താത്തിട്ടുണ്ട്. ചവിട്ടി താത്തു. ആരും അറിഞ്ഞില്ല, ഉലകം അറിഞ്ഞില്ല. കരച്ചിൽ ഉയർന്നപ്പോൾ ശാപം വന്നു. സത്യമാണേ, ശാപം വന്നു. ദരിദ്രനെ പീഡിപ്പിച്ചാൽ. മറ്റൊന്ന് അധാർമികമായ ലൈംഗിക ജീവിതം. അവരൻ്റെ ഭാര്യ, അവരൻ്റെ മകള്, അവരുടെ ഉള്ളുരുകിയ പ്രാക്ക്, ഇതെല്ലാം ശാപമാണ്. കൊച്ചുങ്ങളെ നശിപ്പിച്ച അപ്പനും അമ്മയും ഉള്ളുരുകി പ്രാകും. എൻ്റെ കൊച്ചിനെ തൊലച്ചോ മുടിഞ്ഞു പോകുന്നു. ഏക്കും ഇതൊക്കെ. കാരണം കൂടാത്ത ശാപം എന്ത് ചെയ്യത്തില്ല? ഏക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? കാരണം കൂടി ഏക്കും. അനിയൻ മരിച്ചുപോയി. അനിയൻ്റെ ഭാര്യയും പിള്ളേരെയും വീതം കൊടുക്കാതെ ഇറക്കിവിട്ട ചേട്ട അനുഭവിക്കും. അനുഭവിച്ചേ ഒക്കത്തുള്ളൂ. എന്താ കാര്യം? വിധവയുടെ കണ്ണീരാ. പിന്നെ വേറൊരു കൂട്ടരുണ്ട്,
ഉപദേശിക്കിട്ട് പണി കൊടുത്തോ? ഇരുന്ന് മേടിക്കും, എരന്ന് അനുഭവിക്കും. ഇത് പൗരോഹിത്യ മതത്തിൻ്റെ ഭീഷണിയായിട്ടൊന്നും കാണണ്ട. സഭയെ പ്രശ്നം ഉണ്ടാക്കിയാൽ എന്തോ വരും? ശാപം വരും. ഞാനിതെല്ലാം കാണുന്നതും അനുഭവിക്കുന്നതും കണ്ടിട്ടുള്ളതും ചരിത്രങ്ങളൊന്നും കാത്തിരുന്ന് കണ്ടാൽ മതി. അപ്പം നോക്കണം, ഇതെല്ലാം എന്ത് വരുത്തും? ശാപം വരുത്തും. അപ്പം ശിക്ഷയും ശാപവും മരണവും എത്ര പിള്ളേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, അനുഭവിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കാർന്നൂർ പോയത് ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അനുഭവിക്കാനാ, തീർക്കാം, ഇവിടം കൊണ്ടെങ്കിലും തീരട്ട്. അപ്പം നോക്കണം, എന്തോ വേട്ടയാടുക, ശാപം വേട്ടയാടുന്ന കുടുംബങ്ങൾ, ശാപം വേട്ടയാടുന്ന മനുഷ്യർ, എന്തോ ഒന്നും ഭീകരമായി വേട്ടയാടപ്പെടുന്ന പോലെ ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. എന്താ പോംവഴി? എന്താ പരിഹാരം? അടുത്തൊരു പരിഹാരം കൊണ്ടുവന്നു. ആ പരിഹാരം സിമ്പിളാ. നീ മരിക്കേണ്ടിടത്ത് മൃഗത്തെ മരിച്ചാൽ മതി, കൊല്ലപ്പെട്ടാൽ മതി. യാഗം വന്നു. വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ യാഗങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം. യാഗം സത്യത്തിൽ നിൻ്റെ പാപത്തിൻ്റെ പരിഹാര പ്രക്രിയയായി മൃഗമോ കാളക്കിടാവോ കുറുമ്പ്രാവിനെയോ ഒക്കെ എന്ത് ചെയ്യുക? മരിക്കുക അല്ലേ? പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇബ്രാഹിം പറയുന്നു, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിക്കുന്നു. ശ്രദ്ധിക്കണേ, കൂടെ കഴിക്കുന്നു. എന്താ കാര്യം? തെറ്റ് ചെയ്യുന്നു, പരിഹാരം ചെയ്യുന്നു. പക്ഷേ വീണ്ടും പരിഹാര പ്രക്രിയ എന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്യും? പാപം ചെയ്യുമോ? വീണ്ടും എന്ത് ചെയ്യും? പാപം ചെയ്യും. ക്ഷമയ്ക്ക് അവാർഡ് കിട്ടിയൊരു മനുഷ്യൻ, ഭയങ്കര ക്ഷമയാന്ന്, അവാർഡ് കിട്ടി. ഒടുവിൽ അവാർഡൊക്കെ കിട്ടി, പത്രത്തിൽ പേര് വന്നു, വലിയ ആളായി. അവസാനം കുറേ ജൂനിയർ ജേർണലിസ്റ്റുമാർ നമ്മളിപ്പോൾ ഇലക്ഷൻ്റെ സമയത്തൊക്കെ കണ്ടില്ല, കുത്തി ചോദിക്കും. അന്നേരം ഇവർക്കങ്ങ് ദേഷ്യം വരും. പറഞ്ഞിട്ട് കാര്യമില്ല, ക്ഷമയുള്ളവർക്ക് പത്രസമ്മേളനത്തിൽ പോയിരിക്കാനൊക്കത്തുള്ളൂ. കാരണം ചോദ്യങ്ങൾ നമ്മളെ പ്രകോപിപ്പിക്കും. അവിടെ ശാന്തമായിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു ലേഡി ജേർണലിസ്റ്റ് ചോദിച്ചു, അപ്പോൾ സാറിന് ക്ഷമയ്ക്ക് അവാർഡ് കിട്ടിയപ്പോൾ അതിൻ്റെ അർത്ഥം സാറ് കോപിച്ചിട്ടേ ഇല്ലെന്നാണോ? ഇല്ല. അപ്പോൾ സാർ കോപിച്ചിട്ടേ ഇല്ല. സാർ രാവിലെ എഴുന്നേറ്റിട്ട് ഭാര്യ കാപ്പി ഇടാൻ പറഞ്ഞപ്പം പറയുക കാപ്പിപ്പൊടി ഇല്ലെന്ന് പറഞ്ഞാൽ ദേഷ്യം വരത്തില്ലേ സാർ? ഇല്ല. വണ്ടി വന്ന് നിൽക്കുക, കൊച്ചു കയറാൻ നേരത്ത് പറയുക ഇന്നാ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ദിവസം, ദേഷ്യം വരത്തില്ലേ? ഇല്ല. അപ്പോൾ സാറ് ദേഷ്യപ്പെട്ടിട്ടില്ലേ? ഇല്ല. പിന്നെയാ കൊച്ചു ചോദിച്ചു, സാറ് ദേഷ്യപ്പെട്ടില്ല? സാർ ദേഷ്യപ്പെട്ടില്ല. കുറച്ചു കഴിഞ്ഞുള്ള പറഞ്ഞു, കൊച്ച നിന്നോട് ഞാൻ കുറേ നേരം ഉണ്ട് അപ്പോൾ എല്ലാവൻ്റെ അകത്ത് എന്തോ കിടപ്പുണ്ട്. പാപം അവസരം കിട്ടുമ്പോൾ എന്തോ ചെയ്യും? ചതിക്കും. പാപം അവസരം കിട്ടുമ്പോൾ എന്തോ ചെയ്യും? ചതിക്കും. അതുകൊണ്ടാണ് ഈ അവസരങ്ങൾ പരീക്ഷയിലേക്ക് ഞങ്ങളെ എന്ത് ചെയ്യരുത്? പ്രവേശിപ്പിക്കരുത്. പാപം അവസരം കിട്ടുമ്പോൾ എന്തു ചെയ്യും? ചതിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയരെ, പാപവും ശിക്ഷയും ശാപവും മനുഷ്യനെ വേട്ടയാടി എന്താ പരിഹാരം ചെയ്തു. എല്ലാ മതങ്ങളിലും ഒക്കെ പരിഹാരങ്ങളുണ്ട്, ഓരോരോ പരിഹാരങ്ങളാണ്. ഈ പരിഹാരം ചെയ്താൽ പിന്നെ എന്തു ചെയ്യും? പാപം ചെയ്യും. അപ്പം പിന്നെ എന്തു ചെയ്യണം? പരിഹാരം ചെയ്യണം. ഈ പരിഹാരം ചെയ്യുന്നതുകൊണ്ട് ആർക്കാ ഗുണമെന്നറിയാമോ? പുരോഹിതന്മാർക്ക്. അവർ ആടുമായിട്ട് യാഗം കഴിക്കാൻ ദൂരെ നിന്ന് വരുമ്പം ഇവരുടെ ബിനാമി പുറത്ത് ഇപ്പുണ്ട്. അവർ ഈ ആടിനെ നോക്കിയിട്ട് പറയും, ഇതിന് പുഴുക്കത്തുണ്ട്, നടക്കില്ല. അവർ പറയും, ഞാൻ 100 കിലോമീറ്റർ ഒന്നാ. പറഞ്ഞിട്ട് കാര്യമില്ല, എടുക്കില്ല. ഇനി എന്തോ ചെയ്യണം? ഞങ്ങളുടെ ആടുണ്ട്, അതിനെന്തോ ചെയ്യണം? ഇത്ര രൂപ തരണം. ഇത്ര രൂപ തരാൻ പൈസയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം പാവം എങ്ങനെങ്കിലും കൊടുക്കും. അതിനാണ് തമ്പുരാൻ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം മറിച്ചിട്ട് ചമ്മട്ടി കൊണ്ട് എന്ത് ചെയ്തു? അടി കൊടുത്തു. ഇവന്മാരെയാ, ബിനാമികളെയാ, എൻ്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി. അപ്പം കണ്ടോ, അത്ര പരോഹിത മതം ഇതിനിടയ്ക്ക് നിന്ന് മനുഷ്യനെ ചൂഷണം ചെയ്തു. നീ പാപിയാ, നീ പരിഹാരം ചെയ്യണം. പരിഹാരം കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടും, നീ വീണ്ടും പാപിയാ. അപ്പം പാപത്തെ ഓർമ്മപ്പെടുത്തുന്ന പരിഹാര പ്രക്രിയകൾ. അടുത്ത പാപം വരെയുള്ളൂ വാറണ്ടി കേട്ടോ, വീണ്ടും പാപം ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇനി എന്താ രക്ഷ? മനുഷ്യൻ്റെ ഒരു നിലവിളി ഉയർന്നു. പ്രിയരെ, ആ നിലവിളി ഇതായിരുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് രക്ഷിക്കും? എന്നെ അരിഷ്ട മനുഷ്യൻ. ഭാരതത്തിനും നിലവിളിച്ചു, മരണത്തിൽ നിന്ന് ജീവങ്കിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും ഞങ്ങളെ എന്തു ചെയ്യണേ? നയിക്കണമേ. പാപോഹം പാപകർമ്മോഹം. വലിയ അറിവുകളില്ല എങ്കിലും ലഭ്യമായ അറിവുകളിൽ പറയട്ടെ, സർവവും പാപമയമ. വചനം പറയുന്നു, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. അങ്ങനെ ഈ മനുഷ്യൻ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എങ്ങനെ രക്ഷപ്പെടും? നിലവിളി ഉയർന്നപ്പം ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. പ്രിയരെ ശ്രദ്ധിക്കണേ, ഭൂമിയിലേക്ക് അയച്ചു. ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ഈ പുത്രൻ തമ്പുരാൻ ദൈവമായിരുന്നവൻ, അവിടുത്തോടൊപ്പം ഇരുന്നവൻ,
സ്വർഗത്തിൻ്റെ ആ സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസ്യരൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വെറും മനുഷ്യനല്ല, 100% അഭിനയമല്ലായിരുന്നു, മായാവി അല്ലായിരുന്നു, 100% മനുഷ്യനായി, 100% ദൈവം. അതാണ് ജഡാവതാരത്തിൻ്റെ നിഗൂഢത, അതിൻ്റെ മിസ്റ്ററി ഓഫ് ഇൻകാർണേഷൻ. അങ്ങനെ ദൈവം മനുഷ്യനായി. കണ്ടോ, ദൈവം മനുഷ്യനായി. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം. മനുഷ്യൻ ദൈവമാണെന്നല്ലട മക്കളെ, ദൈവം ആരായി? മനുഷ്യനായി. ഈ മനുഷ്യൻ ദൈവമായി ഗിമിക്സ് കാണിക്കുന്നുണ്ട്, ആൾ ദൈവങ്ങൾ എന്നൊക്കെ പറയും. അതൊന്നുമല്ല, സാക്ഷാൽ ദൈവം ആരായി? മനുഷ്യനായി. യെരുശലേമിലെ കണ്ണു കാലിത്തൊഴുത്തി കിടക്കുക ആരാ? ദൈവം. കൊച്ചു കുഞ്ഞ് കയ്യും കാലും വിട്ട് അടിച്ച് കിടക്കുക, ശീലകളാ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ദൈവം ചെറുതായി കേട്ടോ. ദൈവം ആരായി? ചെറുതായി. നമ്മുടെയൊക്കെ ദേഷ്യം വരും, പറയത്തില്ലേ, എന്നെ അവരുടെ മുമ്പിൽ വെച്ച് നീ എന്താക്കി? ആ കളി ചെറുതാക്കി, കൊച്ചാക്കി. ഞാൻ മറക്കത്തില്ല. പിള്ളേർക്ക് പോലും ഇപ്പോൾ ഇഷ്ടമില്ല. അവരുടെ മുമ്പിൽ വെച്ചാ കണ്ടോ, നമുക്ക് വേണ്ടി ഒരാൾ എന്തായി? കൊച്ചായി, ചെറുതായി. ദൈവം ആരായി? ചെറുതായി. എന്തിനാ? ചുരുങ്ങി നമ്മളെ ദൈവത്തോളം വലുതാക്കാൻ, സ്വർഗത്തോളം എത്തിക്കാൻ. സ്വർഗം വിട്ട് ദൈവം ഭൂമിയിലേക്ക് വന്നു, അല്ലേ? സ്വർഗം വിട്ട് ദൈവം എവിടേക്ക് വന്നു? ഭൂമിയിലേക്ക് വന്നു. ഇന്ന് ഈ എന്താണ് ഉപഗ്രഹങ്ങളും ഇങ്ങനെ പോവല്ലേ. പണ്ടൊരു നമുക്കും ഭയങ്കര അഭിമാനമാണ്. ഇന്ത്യയൊക്കെ മുമ്പിൽ പോയി. മംഗളയാൻ എവിടം വരെ പോയി? ചൊവ്വായി പോയി, അല്ലേ? ചൊവ്വായിലല്ലേ മംഗളയാൻ പോയേ. അപ്പോൾ അങ്ങനെ അതൊക്കെ പിന്നെ അങ്ങ് മാറുക. നമ്മൾ വിട്ട ഉപഗ്രഹങ്ങളൊക്കെ പോവുക. പണ്ട് നമ്മളെ കളിയാക്കായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഇല്ല. ഇപ്പം എല്ലാം ഈ സോഷ്യൽ മീഡിയ അല്ലേ, മിമിക്സ് ഒക്കെ നടത്തും. അമ്പലപ്പറമ്പിലും പൂരപ്പറമ്പിലും ഉത്സവങ്ങളും എല്ലാം മിമിക്സാണ്. 3-4 പേര് അങ്ങനെ ഈ കലാഭവനൊക്കെ കണ്ടിട്ടില്ല, ജുബായൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കും. അവിടെ ഒരു മെയിൻ മിമിക്സിൻ്റെ ഒരൈറ്റമായിരുന്നു. ഒന്ന് ഉദ്ദേശിമാരെ കളിയാക്കും, മറ്റൊന്ന് അന്നത്തെ സൈനിക ശക്തികൾ ആരൊക്കെയാണ്? അമേരിക്ക, റഷ്യ, ജപ്പാൻ. ഇപ്പം ഇവർ പറയും അമേരിക്ക റോക്കറ്റ് വിട്ടു, പോയി. റഷ്യ റോക്കറ്റ് വിട്ടു, പോയി. ജപ്പാൻ റോക്കറ്റ് വിട്ടു, അടുത്ത ആൾ പറയും പോയി. ഇന്ത്യ റോക്കറ്റ് വിട്ടു, താഴോട്ട് വിട്ടു. അങ്ങനെ പണ്ട് റോക്കറ്റ് തിരിച്ചു വരുമെന്നും പറഞ്ഞുകൊണ്ട് എന്തോ ബഹളമായിരുന്നു. പിള്ളേർക്ക് അറിയത്തില്ല. സ്കൈലാബ് ഓർമ്മയുണ്ടോ? ഇത് താഴോട്ട് വരും. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. നമ്മൾ വിട്ടതെല്ലാം ഇവിടെ പോയി, മേളിൽ പോയി. അപ്പം മനുഷ്യൻ ചന്ദ്രനിൽ പോയതോ ഉപഗ്രഹം ചൊവ്വായി പോയതോ ഒന്നുമല്ല അത്ഭുതം. ഈ പ്രപഞ്ചം എത്ര നിഗൂഢമാണ്! ഈ പ്രപഞ്ചം ഭയങ്കര നിഗൂഢമാണ്. അടുത്തിടയ്ക്ക് നാസയുടെയൊക്കെ ചിത്രങ്ങളൊക്കെ ഇല്ലായിരുന്നു. നിഗൂഢമായ പ്രപഞ്ചത്തിൻ്റെ അനന്തമായ വലിപ്പങ്ങൾ ഇന്നും മനുഷ്യന് മനസ്സിലായിട്ടില്ല. ആ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച തമ്പുരാൻ മനുഷ്യനെ തേടി ആരായിട്ട് വന്നു? മനുഷ്യനായി. കണ്ടോ, ദൈവം മനുഷ്യനെ തേടിപ്പോയതല്ല. ദൈവം ആരെ തേടി വന്നു? മനുഷ്യനെ തേടി വന്നു. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം എടിയ പാപിയാമെന്നെ. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം നേടിയ പോകുന്നു ലാക്കിലേക്കു പാടുക, പോകുന്നു ആറുവാൻ. കണ്ടോ, ഈ ക്രൂശ് ദൈവം മനുഷ്യനെ തേടി വന്നു. മനുഷ്യൻ ദൈവത്തെ തേടി പോകുന്നുണ്ട്. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയും ഇല്ല ഇവിടെയും ഇല്ല ഈശ്വരൻ. എന്നാൽ എൻ്റെ പ്രിയരെ അറിയണം, ഈശ്വരൻ ദൈവം മനുഷ്യനെ തേടി വന്നു. മനുഷ്യനെ തേടി വന്ന ദൈവം മനുഷ്യനായി അവതരിച്ചു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പായിരിക്കൊണ്ട് അവന് യേശു എന്ന പേരിൽ അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. ഉത്സാര ഭയത്താൽ മുമ്പോട്ട് പോകട്ടെ. 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു? കീഴ്പ്പെട്ട് ജീവിച്ചു. 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വരുന്നുണ്ട്. പിന്നെ 30 കാണുക. ചരിത്രം പറയുന്നു, വിശ്വസിക്കപ്പെടുന്നു. ഇടക്കാലങ്ങളിൽ എവിടാ? അച്ഛൻ്റെ പണിയാ, അധ്വാനിക്കുക. എനിക്ക് ഭയങ്കര ബഹുമാനമാണ് കർത്താവിനെ. ഇന്നത്തെ പിള്ളേർക്ക് പല കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല. 10, 17, 18 വയസ്സായ പിള്ളേരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇച്ചിരി പൈസ ഉണ്ടാക്കും, ചെറിയ കൊടുക്കും. അതിനകത്തൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യും. കാശുള്ള വീട്ടിലെ പിള്ളേർ വരെ കാറ്ററിങ്ങിനൊക്കെ പോകും. 10, 500, 600 രൂപ കിട്ടും. ഞാൻ പല കൊച്ചുങ്ങളും ചോദിച്ചിട്ടുണ്ട്, എന്തോ ചെയ്യാനാ? റീചാർജ് ചെയ്യും.
റീചാർജ് ചെയ്യും, പിന്നെന്തോ ചെയ്യാനാ? പെട്രോൾ അടിക്കും, പിന്നെന്തോ കറങ്ങും. കറങ്ങണം, പെട്രോൾ അടിക്കണം എന്നല്ലാതെ ഒരു ഉദ്ദേശവും ഇല്ല. ഉണ്ടോ? ഇല്ല. അതിനത്ര കാര്യമുള്ളൂ. എങ്ങനെയെങ്കിലും കറങ്ങുക, വൈകിട്ടൊരു കുഴിമന്തി അടിക്കുക. ഈ പിള്ളേരെല്ലാം കൂടെ കുഴിമന്തി അടിച്ചടിച്ച് അവരുടെ കുഴിമാന്തുക എന്നുള്ളത് സത്യം മനസ്സിലാക്കണേ പ്രിയരെ. മാസത്തിൽ ഒരിക്കൽ കൂടുതൽ കഴിക്കരുത് കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ എട്ടപാട് തെറ്റിപ്പോൾ. ഞാൻ 2 ദിവസം അടുപ്പിച്ച് ഈ സാധനം പോയ വഴിക്ക് കഴിക്കേണ്ട വന്നു. എൻ്റെ പൊന്നെ, ഞാൻ 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ പൊന്നിനോട് പറയുക, വീട്ടിൽ വെക്കുന്ന വല്ലതൊക്കെ കഴിച്ചോണേ. ഇതെല്ലാം അഴുക്കുക. വല്ലപ്പോഴും വല്ലതും കഴിക്കാമെന്നല്ലാതെ ഇതൊന്നും സ്ഥിരം കഴിക്കാൻ കൊള്ളില്ല. നോക്കണം, വീട്ടിൽ വെക്കുന്ന കഴിക്കണം, അമ്മ തരുന്ന കഴിക്കണം. പോട്ടെ, എൻ്റെ വിഷയം അതല്ല. അപ്പോൾ ലക്ഷ്യബോധം ഉണ്ടോ? ഇല്ല. പക്ഷേ ഈ ഗുരു എന്തോ ചെയ്യാനെന്നറിയാമോ? തച്ചനായിരുന്നു, മരപ്പണിക്കാരനാ, അധ്വാനിച്ചു. ആ നല്ല പ്രായത്തിൽ കഷ്ടപ്പെട്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുക, ഹി വാസ് ദ മാർക്സിസ്റ്റ് ബിഫോർ കാറൽ മാർക്സ് വാസ് ബോൺ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വാന്ന് പറയാൻ കഴിഞ്ഞാൽ എന്താ? തോള് ഭാരം ചുമന്നൊരു ഗുരുവുണ്ട്. അതുകൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ. ഇന്നും അധ്വാനിക്കുന്നവൻ്റെ ശരീരവേദന അറിയാവുന്ന ഒരുവനുണ്ട്. അധ്വാനിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. രാവിലെ പകലന്തിയോളം അധ്വാനിച്ച് ദേഹം മുഴുവൻ വേദനയായി കിടക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലൊരു അമ്മച്ചി, കർത്താപ്പച്ച വയ്യാന്ന് പറയുമ്പോൾ അടുത്ത് വന്നിരുന്ന് സുഗന്ധതൈലം കൊണ്ട് തലോടുമായിരുന്നെന്ന്. അധ്വാനിക്കുന്നവൻ്റെ വേദന അറിയുന്ന ഒരു ഗുരുവുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുരുവാ. സാക്ഷാൽ വേദന അറിഞ്ഞവൻ. 30-ാമത്തെ വയസ്സ് വരെ വീണ്ടും കാണുന്നു. 30-ാമത്തെ വയസ്സ് വരെ ആർക്ക് കീഴ്പ്പെട്ടിരുന്നു? മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. മക്കളറിയണേ, അല്ല, തൻ്റെ അവസാനം വരെ പിതാവിന് കീഴ്പ്പെട്ടിരുന്നു. മരണത്തിൻ്റെ തലേദിവസവും ആ തൊട്ടു മുമ്പും പറയുന്നു, എൻ്റെ എലോഹി ലമ്മ ശബക്താനി. ഒടുവിൽ പറഞ്ഞ്, പിതാവ് എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 30 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിച്ച യേശു 30-ാമത്തെ വയസ്സിൽ പരിശുശ്രൂഷ ആരംഭിച്ചു. നന്മ മാത്രം ചെയ്തു മക്കളെ, നന്മ മാത്രം ചെയ്തു. എന്നിട്ടും 33 തിരുവയസ്സിൽ ഒരു സൺഡേ അവർ പാടി, ഹോശന്ന പാടി. അടുത്ത ദിവസം അവർ പറയുന്നു, ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള ഗൂഢതന്ത്രങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു. ആ രാത്രിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ രാത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഗതസമ്മനിയുടെ രാത്രി വല്ലാത്ത നൊമ്പരം. ശിഷ്യരെ കൂട്ടിക്കൊണ്ടുപോയി. സ്നേഹിച്ച 3 ശിഷ്യർ ആരാ? പത്രോസും യാക്കോബും യോഹന്നാനും. എന്തിനാ? പച്ച മനുഷ്യനാ. ഈ മനുഷ്യരുടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, അറിയണം. മനുഷ്യരുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം, ചാകുമ്പോൾ പ്രിയമുള്ളവരടുത്ത് വേണം. അതുകൊണ്ടാണ് ചിലരെങ്കിലുമൊക്കെ പഴയ കാലത്ത് ഗൾഫിൽ കയറ്റിവിട്ടിട്ട് ഒരുത്തനെ ഇവിടെ നിർത്തും. എന്തിനാ? ചാകുമ്പോൾ അടുത്ത് നിൽക്കുക. ചേട്ടന്മാർ പറയും, നീ ഇവിടെ ഇന്നോ, നിനക്കുള്ളതെല്ലാം ഞങ്ങൾ തന്നോളാം. അവർ കൊടുക്കത്തില്ല. എന്നാലും ഈ പിള്ളേരെ നോക്കി, അപ്പനെ നോക്കി ഇന്നൊന്നും ദോഷവും വരത്തില്ല. അടുത്ത് ഇന്നും ജോലി കളഞ്ഞു വന്ന പിള്ളേരെ എനിക്കറിയാം, അപ്പനെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പിള്ളേർ. എന്നാലും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നൊരു കാര്യമുണ്ട്. തളർന്നു പോയ അമ്മയെ നോക്കാൻ UK ജോലി കളഞ്ഞു വന്നൊരു കൊച്ചിനെ കണ്ടു. അവൻ രാത്രി 1 മണിയായപ്പം തളർന്നു പോയ അമ്മയെ വണ്ടിയെ കയറ്റി വെച്ച് ഒരു നൈറ്റിയൊക്കെ ഒളിപ്പിച്ച് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് ഹോണടിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചാരാ? കോവിഡിൻ്റെ ആ സമയം കഴിഞ്ഞ ആ ഒരു സമയങ്ങളിലാണ് അമ്മ തളർന്ന് കിടക്കുക. അമ്മയ്ക്കൊരാഗ്രഹം, മനുഷ്യനെയും ഒന്ന് രാത്രി പുറത്തിറങ്ങണം. പകൽ കൊണ്ടുപോകാൻ പാടാ, കാരണം ഡ്രസ്സൊക്കെ പ്രോപ്പർ ഇടാൻ പാടാ. ഒരു നൈറ്റി ഇട്ട് പ്രിൻസിപ്പൽ പാസ്റ്ററുടെ പ്രസവം കേൾക്കുമ്പോൾ പാസ്റ്ററി ഒന്ന് കാണണം, ഒന്ന് ഇറങ്ങി വന്ന് കാണാം, അമ്മയ്ക്ക് കാണാനാ. ഞാൻ ചോദിച്ചു, നീ എവിടെ പോകും? ചുമ്മാ ഒരു 10-30 മൈൽ ഒന്ന് ഓടിക്കണം. അമ്മയും കൊണ്ട് സന്തോഷം തോന്നി. ഒരു കുഞ്ഞ് അമ്മയും കൊണ്ട് നടക്കുന്നില്ലേ? അപ്പോൾ നോക്കണേ എൻ്റെ പൊന്നു പ്രിയരെ, മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിച്ച ക്രിസ്തു ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ഈ മനുഷ്യരുടെ ആഗ്രഹം എന്താ? സ്നേഹിക്കുന്നവർ കൂടെ വേണം. മരിക്കുമ്പോൾ പ്രാണവേദനയാ, മരണവേദനയാ. അവരോട് പറഞ്ഞു, കൂടെ നിന്നിരിക്കാമോ? അവർ കിടന്ന് എന്ത് ചെയ്തു? ഉറങ്ങി. ഒറ്റയ്ക്കായി. പിതാവിൻ്റെ സാന്നിധ്യം ദൂതന്മാരെ അയച്ചു. അവരെ അറസ്റ്റ് ചെയ്തു. ആ രാത്രി 3 മതകോടതി വിസ്തരിച്ചു. അന്നാസും കയ്യഫാവും സന്നദ്ധി സംഘവും വിസ്തരിച്ചു. കുറ്റം വല്ലതും കണ്ടോ? ഇല്ല. രാത്രിയിലായിരുന്നു മതകോടതിയുടെ വിസ്താരം. അവിടെ ഒത്തിരി തെറ്റുകൾ നടക്കുന്നുണ്ട്. രാത്രി കോടതി ഉണ്ടോ? ഇല്ല. അടിയന്തര അവസരമല്ല, രാത്രി കോടതിയില്ല. 2, കോടതിയിൽ പ്രതിയെ കൊണ്ടുവരുമ്പം കുറ്റപത്രം വായിക്കണം. വായിച്ചോ? ഇല്ല. 3-ാമത്തെ കാര്യം, കോടതിയിൽ ഒരു പ്രതിയെ വിസ്തരിക്കുമ്പോൾ കയ്യേറ്റം ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. കയ്യേറ്റം ചെയ്തു. 4-ാമത്തെ ഒരു കാര്യമാണ്, പ്രതിക്കെതിരെ സാക്ഷികളെ കൊണ്ടുവരണം. അവർ പരസ്പരം കേൾക്കപ്പെടാതെ വിസ്തരിക്കുകയും കുറഞ്ഞത് 3 സാക്ഷികളുടെയെങ്കിലും മൊഴികൾ ഒത്തുവരികയും ചെയ്യണം. സാക്ഷിമൊഴികൾ ഒത്തുവന്നോ? ഇല്ല. എന്നിട്ടും അവർ പറഞ്ഞു
അവനെ ക്രൂശിക്കണം. ഇനി ആരുടെ അനുവാദം വേണം? രാഷ്ട്രീയ കോടതിയുടെ അനുവാദം വേണം. തെളിവ്, നമ്മൾ ഇന്ന് പള്ളി കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചാലും എവിടെ രജിസ്റ്റർ ചെയ്യണം? പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യണം. പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു കുഴപ്പമുണ്ട്. കത്തോലിക്കലൊക്കെ സഭാ കോടതിയുണ്ട്. അനൽമെൻറ്റ് ചില മാരേജിന് കൊടുത്താലും എവിടെ നിന്നുള്ള ഇത് വേണം? കുടുംബ കോടതിയിൽ നിന്ന് ഡിവോഴ്സ് കിട്ടാതെ ഒരാൾക്ക് സെക്കൻഡ് മാരേജ് നടത്താൻ ഒക്കത്തില്ല. പിന്നെ ആരാവും? വിവാഹ തട്ടിപ്പ് വീരനാകും. അപ്പോൾ എന്താണ്? കോടതിക്ക് കീഴ്പ്പെട്ടിരിക്കണം. അപ്പോൾ ശിക്ഷ ഇവർക്ക് വിധിച്ചെങ്കിലും നടപ്പാക്കണമെങ്കിൽ എന്ത് വേണം? ലോക കോടതിയുടെ ഗവൺമെൻറ് അംഗീകാരം വേണം. റോമാ ഗവൺമെൻറ് പിലാത്തോസിൻ്റെ അടുക്ക കൊടുത്തു. പിലാത്തോസ് മൊത്തം പഠിച്ചു, ഒരു തെറ്റും കണ്ടില്ല. ഇനി എന്താ വഴി? പ്രതി ഏത് പ്രവിശ്യയിലെയാണ്? അവിടുത്തുകാരനെ ആ പ്രതിയിലെ ഗവർണറെ വിസ്തരിക്കാം. ഹെരോദാസ് വന്നിട്ടുണ്ട്, യെരുശലേമിലുണ്ട്, വിട്ടു. അങ്ങോട്ട് അദ്ദേഹം തിരിച്ചയച്ചു, ഒരു തെറ്റും കണ്ടില്ല. വീണ്ടും പിലാത്തോസ് വിസ്തരിച്ചു. എന്നിട്ട് പിലാത്തോസ് പുറത്തു കൊണ്ടുവന്ന് യേശുവിനെ ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തു. ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. മാനവലോകമേ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം, നിങ്ങളുടെ സഭ, സമുദായം, മതം, രാഷ്ട്രീയം, അത് നിങ്ങളുടെ കാര്യം. എങ്കിലും ഒരു ചെറിയ ചോദ്യം എളിയവൻ ചോദിക്കുക, ഉത്തരം പറയണം. കോടതി ഒരു പ്രതിയെ നോക്കി പറയുന്നു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ബാക്കി പൂരിപ്പിച്ചേ. മക്കൾ ബാക്കി പൂരിപ്പിക്കുക. പൗരബോധം വേണ്ടേ? പൗരബോധം വേണം. ബാക്കി പൂരിപ്പിക്കുക. ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. പറ ബാക്കി. എടാ പറയടാ, പിള്ളേർ പറ ബാക്കി. ഞങ്ങളുടെ തലമുറയായിരുന്നെങ്കിൽ ഇപ്പം പറഞ്ഞേനെ, കൈ ചുരുട്ടി പറഞ്ഞേനെ. അതുകൊണ്ട് ഈ കോടതി ഈ പ്രതിയെ എന്ത് ചെയ്യുന്നു? വെറുതെ വിടുന്നു. അങ്ങനെയല്ലേ പറയണ്ടേ? ആണോ? പക്ഷേ അതാണ് കോടതിയുടെ അടിസ്ഥാനം. കോടതിയുടെ ആപ്തവാക്യം എന്താ? 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും എന്ത് ചെയ്യരുത്? ശിക്ഷിക്കപ്പെടരുത്. കോടതി എന്താ പറഞ്ഞേ? ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ കോടതി വെറുതെ വിടണം. പക്ഷേ കോടതി വിധിച്ചു, അതുകൊണ്ട് ഞാൻ അവനെ അടിപ്പിച്ച് വിട്ടയക്കാം. ഏതുകൊണ്ട്? ഒരു തെറ്റും ചെയ്യാത്ത കൊണ്ട് അടിപ്പിക്കാം. സമ്മതിക്കുമോ? വെറുതെ അടിക്കുമോ പോലീസ്? ചുമ്മാ ഒരടി തരുമോ? നമ്മുടെ പൗരബോധം തിളയ്ക്കത്തില്ലേ? എൻ്റെ അറിവ്, എൻ്റെ വായന എവിടെയോ കിടക്കുന്ന ഒരു ഓർമ്മ. തിരുവനന്തപുരത്ത് നിൽക്കുന്ന സാത്വികനായൊരു മനുഷ്യനാണ് പന്ന്യൻ രവീന്ദ്രൻ സാർ. എൻ്റെ ഓർമ്മയാണ്, നമുക്ക് എപ്പോഴോ വായിച്ചതാണ്. മുടി വളർത്തിയത് പോലും പ്രതിഷേധമായിട്ട്. അന്നത്തെ ഹിപ്പി സംസ്കാരത്തിൽ ഒരു SI ഇങ്ങനെ ബൈക്കേ കൊണ്ടാടുന്ന കത്രീയമായിട്ട്. ഞാൻ എവിടെയോ ഒരിക്കൽ വായിച്ചാണ്. അപ്പം അതിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് മുടി വളർത്തിയത്, പിന്നെ വളർത്തിയതെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നു. ശരിയായിരിക്കണം എൻ്റെ ചിന്ത. എങ്കിലും പൊക്കോട്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, തെറ്റ് ചെയ്യാത്തവനെ അടിക്കാൻ ഒക്കുമോ? ഇല്ല. എന്നിട്ടും അടിപ്പിക്കപ്പെട്ടു. ഇത് കേട്ട താമസം ഈ റോമൻ പടയാളികൾ ഭയങ്കര കിരാതന്മാരാണ്. ഇവിടെ മനുഷ്യനെ ക്രൗരമാക്കും. നമ്മളും കേട്ടിട്ടില്ലേ, ഈ വടിവാൾ കൊണ്ടൊക്കെ വെട്ടിക്കുന്ന ഗുണ്ടകളെ ഒന്നും ആദ്യം മനുഷ്യനെ വെട്ടാൻ വിടത്തില്ല. ആദ്യം അവിടെ വടിവാൾ കൊടുത്തിട്ട് പട്ടിയെ വെട്ടിക്കും, വാഴയെ വെട്ടിക്കും എന്നൊക്കെ പറയുന്നത്. പട്ടിയൊക്കെ ഇങ്ങനെ വെട്ടിക്കും. എന്തിനാ? ഇവന് ചോര കാണുമ്പോൾ എന്തോ ചെയ്യരുത്, അറയ്ക്കരുത്. അല്ല അവൻ വെട്ടിയാൽ മയങ്ങി വീഴും. ചോര മയങ്ങി വീണാൽ എന്തോ ചെയ്യും? പിന്നെ അന്നേരം അവനെ അറസ്റ്റ് ആക്കത്തില്ലേ? വെട്ടിയിട്ട് ഓടണ്ടേ, അന്നേരം പോകണ്ടേ? അപ്പം ചോര കണ്ട അറയ്ക്കാതെ ആക്കണമെങ്കിൽ ക്രൗര്യമാകണം മനസ്സ്. അതിനുവേണ്ടി റോമൻ പടയാളികളെ കൊളോസിയത്തിലൊക്കെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കും. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങൾ, കോഴിപ്പോര്, കാളപ്പോര്, മനുഷ്യരും. എന്തിനാ? മനുഷ്യ മനസാക്ഷിയെ നിർജ്ജീവിപ്പിക്കാൻ. അങ്ങനെ ക്രൗര്യപ്പെട്ട് അവരിത് കേട്ട താമസം അടിച്ചു. റോമൻ ചാട്ടുകൾക്ക് ഒത്തിരി ലെയറുണ്ട്. ആ ലെയറുകളിൽ പല കൊളുത്തുകളും മുള്ളുകളും ഉണ്ട്. അടിക്കുമ്പോൾ ആഞ്ഞു വീണു, എടുക്കുമ്പം പറഞ്ഞു പോകുന്ന മാംസം. അത് അടുത്തൊരു കലിത്തളത്തിൽ ലാച്ചി എടുക്കും, വീണ്ടും അടിക്കും. അടിച്ചു. സംഗീതക്കാരൻ ദീർഘദർശനത്തിൽ അത് കണ്ടു. ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴവുചാലുകൾ അവർ നീളത്തി കീറി പുറം കണ്ടം പോലെ ഉഴുതു മറിച്ച്. മക്കളെ, എന്തായിരുന്നു കുറ്റം? ഒരു കുറ്റവും ചെയ്യുന്നില്ല കുറ്റം. അതുകൊണ്ട് ഗുണം വല്ലതും ഉണ്ടോ? ഉണ്ട്. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധി ഇല്ല. കണ്ടോ? ഒരുവൻ തെറ്റ് ചെയ്യാഞ്ഞിട്ട് ശിക്ഷയേറ്റത് കൊണ്ട് എന്താ ഗുണം? അവൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവേ, അങ്ങെനിക്ക് വേണ്ടി ശിക്ഷ ഏറ്റു എന്ന് പറഞ്ഞാൽ, ഞാൻ തെറ്റുകാരനാ, ഞാൻ പാപിയ, എന്നെ കഴുകണമെന്ന് പറഞ്ഞാൽ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്തു ചെയ്യും? ശുദ്ധീകരിക്കും. കണ്ടോ? സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും
അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന കുഞ്ഞാണ്ട പുണ്യാഹ രക്തം അട്ടിച്ച് തകർക്കപ്പെട്ടു. അത് കഴിഞ്ഞ് അവർ അവനെ അവിടത്തേക്ക് മുൾക്കിരീടം കൊടുത്ത് ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് ഒരു ചെങ്കോലും ഒരു കഴയും പിടിപ്പിച്ച്, എന്തിനാ രാജാവാ, അതിന് പകരം ഒരു കഴയും കൊടുത്ത് ഒരു ചെങ്കോലും പിടിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. അവിടെ നിന്ന് കുരിശുമെടുത്തുകൊണ്ട് നടന്ന് വസ്ത്രങ്ങൾ പകത്തിട്ട് അഴിച്ചു മാറ്റി കുരിശുമെടുത്തുകൊണ്ട് നടക്കപ്പെടുകയാണ്. എൻ്റെ പൊന്നു പ്രിയരെ, ക്രൂശുമെടുത്ത് വീണും എഴുന്നേറ്റും പോകുകയാണ്. വീണും എഴുന്നേറ്റും ക്രൂശിതൻ പോയി, വീണും എഴുന്നേറ്റും നമ്മുടെ കർത്താവ് പോയി. എന്തിനാ വീണും എഴുന്നേറ്റും പോകുന്നത്? തൻ്റെ ചുമലിൽ ഭാരമുള്ള കുരിശുമെടുത്തുകൊണ്ട് വീഴുമ്പോൾ സാധാരണഗതിയിൽ മുഖം പുറമോട്ട് വീഴത്തില്ല. ഭാരം പുതുകത്തിരിക്കുമ്പോൾ മുമ്പോട്ടേ വീഴത്തുള്ളൂ. മുമ്പോട്ട് വീഴുമ്പോൾ മുഖമടിച്ചായിരിക്കും വീഴുന്നത്. കൈകൾ കുത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ മുഖമടിക്കാം. അങ്ങനെയെങ്കിൽ മുഖത്തിൻ്റെ ഭാഷ, രൂപം, ഛായ മാറി. പ്രവാചകൻ പറയുന്നു, അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലെ വിരൂപനായി. എന്തിനാ അവൻ വിരൂപനാണെന്നറിയാമോ? എനിക്കറിയാവുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ സുന്ദരന്മാരായിരുന്നു. ഡ്രഗ്സൊക്കെ എടുക്കാൻ തുടങ്ങിയ, ഞാനിവിടെ എല്ലാം കൂടെ നടക്കുന്ന ഡ്രഗ്സൊക്കെ എടുക്കാൻ തുടങ്ങിയ അറിയാവുന്നവർക്ക് ഒറ്റ നോട്ടത്തെ അറിയാം. ചത്ത മീൻ്റെ കണ്ണ് പോലിരിക്കും. അറിയാം മക്കളെ, കുറച്ച് കഴിഞ്ഞാൽ അറിയാം. സ്ഥിരം കുടിയായോ കണ്ണെല്ലാം തല ഇങ്ങനെ ഒരിക്കും. ഓമനത്തോളം മുഖങ്ങൾ വിരൂപപ്പെട്ടു പോയില്ലേ? നിനക്ക് എന്താടാ പറ്റിയേ? നീ എന്താ ഇങ്ങനെ ആയത്? പക്ഷെ ഒന്നറിയാം, പാപം വിരൂപപ്പെടുത്തിയ മനുഷ്യൻ്റെ ആത്മസൗന്ദര്യം വീണ്ടെടുക്കാൻ അവൻ വിരൂപനായി. കണ്ടാൽ ആളറിയാത്തവനെ പോലെ ആയി. വീണ്ടും എഴുന്നേറ്റും കാൽവറി കുരിശിലേക്ക് ഗദസമനിലേക്ക് നടക്കപ്പെട്ടു. അവിടെ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. അവർ യേശുവിനെ ക്രൂശിച്ചു. എവിടെ? 2 കള്ളന്മാരുടെ നടുവിൽ. ഇവർക്കൊരബദ്ധം പറ്റി കേട്ടോ. ഇവരോർത്തു നടുക്ക് കിടക്കുന്നവനെ പെരുങ്കള്ളനാ. പക്ഷെ ഇവർക്ക് അബദ്ധം പറ്റി. ഇവർക്കറിയില്ലായിരുന്നു അവൻ സകലത്തിൻ്റെയും നടുക്ക്. അവിടുന്ന് 2 കള്ളന്മാരുടെ നടുക്ക്, ആകാശത്തിൻ്റെയും ഭൂമിക്കും നടുക്ക്, മനുഷ്യനും ദൈവത്തിനും നടുക്ക് ഏക മധ്യസ്ഥൻ ആകാശത്തിനും ഭൂമിക്കും കീഴേ മാനവരക്ഷയുടെ രക്ഷയ്ക്കായി ഒരുക്കപ്പെട്ട ഏകനാമം അവിടുന്ന് നടുക്ക് കിടക്കുക. നോക്കൂ, നടുക്ക് കിടക്കുക. അവർ ക്രൂശിക്കപ്പെട്ടു. ഇവരെന്തിനാ ഈ ക്രൂശീകരണം ഇത്ര നിർബന്ധം പിടിച്ചത്? ക്രൂശെടുത്തുകൊണ്ട് പോകുമ്പോൾ കാണുന്നുണ്ട്, വയലിൽ നിന്ന് വരുന്ന കുറേനായ ശീമോനെ ക്രൂശെടുക്കാൻ എന്ത് ചെയ്തു? ക്രൂശെടുക്കാൻ നിർബന്ധിക്കാൻ കാര്യം എന്താ? യേശുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല. വീണു എഴുന്നേറ്റും പോയപ്പോൾ ഇവർക്കൊരു ചിന്ത തോന്നി, ഗദസമനെ ഗാഗുൽത്തായി ചെല്ലുന്നതിന് മുമ്പ് മരിച്ചു പോകും. ഗാഗുൽത്തായി വരെ ചെന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ക്രൂശിക്കും? നഗരത്തിനകത്ത് ക്രൂശിക്കാൻ ഒക്കത്തില്ല, വിശുദ്ധ സ്ഥലമാണ്. ഇത് ശാപമരണമാണ്. പുറത്ത് കൊണ്ടുപോകണം. അവിടം വരെ ചെല്ലണ്ടേ? ഇനി ആരെടുക്കും? റോമാക്കാരെടുക്കുമോ? യഹൂദന്മാരെടുക്കുമോ? ശാസ്ത്രിമാരെടുക്കുമോ? ആരുടെ കൊടുത്തു? വയലിൽ നിന്ന് വരുന്ന പാവത്തിൻ്റെ തലയെ വെച്ച് കൊടുത്തു കേട്ടോ. പാവത്തിൻ്റെ തലയിൽ പക്ഷെ ഗുണമുണ്ടായി. അലക്സണ്ടറും രൂഫസും ക്രിസ്തുവിൽ പ്രസിദ്ധരായി. ക്രൂശി ചുമന്ന ഭയങ്കര അനുഗ്രഹമാണ്. ക്രൂശി ചുമന്ന അനുഗ്രഹമാണ്. 3-ാം തലമുറയിൽ കർത്താവിനെ പ്രസംഗിക്കാൻ എളിവനും ഭാഗ്യം കിട്ടി. ക്രൂശ് ചുമന്നാൽ അനുഗ്രഹമാ. ഈ ക്രൂശുമെടുത്തുകൊണ്ട് പോയി. അവരെന്തിനാ ക്രൂശീകരിക്കാൻ കൊണ്ടുപോയത്? ഇവന് എന്തുകൊണ്ട് അവിടത്തേക്ക് ക്രൂശ് മരണം തന്നെ കൊടുക്കണമെന്ന് നിർബന്ധിച്ചു? ശാപമരണമാ മക്കളെ, ശാപമരണം. തെളിവ്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവെന്ന് എഴുതിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ശാപമായി. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും തലയുടെ മണ്ടയ്ക്ക് നമ്മൾ പറയും, ഭാരതമണ്ണിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെ മണ്ടയിൽ ഇത്ര ലക്ഷം രൂപ കടമുണ്ടെന്ന്. അതുപോലെ തന്നെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും മുകളിൽ ശാപമുണ്ട്. എങ്ങനെ വരാം? 2 വഴിയിലൂടെ വരാം. അമ്മ വഴി, അപ്പം വഴി വരാം. അമ്മ, അപ്പൻ, അപ്പൻ്റെ അപ്പൻ, അപ്പൻ്റെ അമ്മ, അമ്മയുടെ അപ്പൻ, അമ്മയുടെ അമ്മ. വീണ്ടും മേപ്പോട്ട് പൊക്കോ, അപ്പൻ്റെ അപ്പൻ. 4 തലമുറയിൽ ഏതെങ്കിലും കണ്ണിൽ കൂടെ എന്തെങ്കിലുമൊക്കെ വന്ന് കയറും. ഇത് പേറി നടക്കുന്നവർ നിലവിളിക്കുന്നു. എങ്ങനെ രക്ഷിക്കാം? അനുഭവിക്കണ്ടേ? ഇത് മാറാൻ അവിടുന്ന് ശാപവർണ്ണം വഹിച്ചു. മായപ്രമാണത്തിൻ്റെ ശാപം, അബ്രഹാമിൻ്റെ അനുഗ്രഹം വരേണ്ടതിന് അവിടുന്ന് നമുക്ക് വേണ്ടി ശാപമായി. ഗുണം എന്താ? ഒരുവൻ ക്രൂശിൻ്റെ ചുവട്ടിൽ ചെന്ന് യേശുവെ അങ്ങനെക്ക് വേണ്ടി മരിച്ചെന്ന് സ്വീകരിക്കുമ്പോൾ അവൻ്റെ മേലുള്ള ശാപത്തിൻ്റെ ബന്ധനങ്ങളെ, ക്രൂശിൻ്റെ വചനമുണ്ടല്ലോ, നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്ന് രക്ഷിക്കപ്പെടുന്നവരുടെ ജീവിതത്തിൽ അത് ദൈവശക്തിയായി വ്യാപരിക്കും. ഞാനിന്ന് രാത്രി വളരെ ശാന്തമായി സംസാരിക്കുമ്പോഴും എനിക്കറിയാം ഈ ദേശത്ത് ആ ശക്തി വ്യാപരിക്കുക, ഈ ചുറ്റുപാടിൽ ആ ശക്തി വ്യാപരിക്കുക.
ക്രൂശിൻ്റെ വചനത്തിനകത്തൊരു ശക്തിയുണ്ട്. ശക്തി. കരങ്ങളടിച്ച് സ്തുതിക്കാവുന്നവൻ്റെ രാത്രി കരങ്ങളടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാട്ടാരെ, വീട്ടാരെ, കൂട്ടക്കാരെ കേൾക്കണം, കേൾക്കണം, കേൾക്കണം. പക്ഷേ ഈ ക്രൂശിൻ്റെ ശക്തിക്കൊരു പ്രത്യേകതയുണ്ട്. ഒറ്റ വ്യക്തി ഈ ക്രൂശിൻ്റെ ശക്തിയുമായി, ഈ ക്രൂശിതനുമായി തൻ്റെ വീട്ടിലേക്ക് പോയാൽ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന നീയും നിൻ്റെ കുടുംബവും രക്ഷമാക്കി. ഇതിന് വേറൊരു ശക്തിയുണ്ട്. എനിക്കറിയാവുന്ന ഒത്തിരി അനുഭവങ്ങൾ. അപ്പം കുടിയൻ, അമ്മ തളർന്നു കിടക്കുന്നു, BBSന് വന്ന കുഞ്ഞ് യേശുവുമായിട്ട് പോയി, ആ വീട് രക്ഷപ്പെട്ടു. ഒരു കൊച്ചു കുഞ്ഞെങ്കിലും ഈ യേശുവുമായിട്ട് ആ വീട്ടിൽ നിന്ന് യേശുവെ എന്ന് വിളിച്ചാൽ നിന്റെ വീടിനെ ഉദ്ധരിക്കാൻ കഴിയുന്ന ഒന്നുണ്ട്. കരമടിച്ച് സ്തുതിച്ചേ, കരമടിച്ച് സ്തുതിച്ചേ. അർക്കം ഋഗജം രഗനം ശകനം ദിഗനം രഗജം രഗനം ദാരം അർക്ക റിക്ക രഗ നഗ ധര ദിന രഗധര ദിഗന്ധര ദഗന രഗന. ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി പ്രിയപ്പെട്ട അമ്മ നിന്റെ വീടിനകത്ത് വ്യാപരിക്കും. അമ്മച്ചി ഒറ്റയ്ക്കായിരിക്കാം, അപ്പച്ചൻ ഒറ്റയ്ക്കായിരിക്കാം, മക്കൾ ഇന്ന് വഴിതെറ്റി പോയിരിക്കായിരിക്കാം. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനം അപ്പോസ്തല പ്രവൃത്തി പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന നീയും നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പ്രസംഗിക്കുന്നത്. നശിച്ചു പോകുന്നവർക്ക് ഇതിന് പോഷത്വം, നശിച്ചു പോകുന്നവർക്ക് ഇതിന് മണ്ടത്തര. അവർ ഞങ്ങളെ കല്ലെറിയും, അവർ ഞങ്ങളെ ഓടിക്കും. പക്ഷേ ഇതുമായിട്ട് ഒരാൾ നിന്ന, കഴിഞ്ഞ രാത്രി എന്നോട് ഞങ്ങളുടെ വീണ്ടും സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞു, അദ്ദേഹം ആ സ്ഥലത്ത് താമസിക്കാൻ വരുമ്പോൾ ആ ബൈപ്പാസ് റോഡിൽ ആ നാട്ടിലെ മുഴുവൻ തലമുടി കൊണ്ടിടുന്ന സ്ഥലം, മുഴുവൻ വേസ്റ്റും കൊണ്ട് തള്ളുന്ന സ്ഥലം, രാത്രി പോലും ആളുകൾ അതുവഴി നടക്കാൻ പേടിച്ചിരുന്ന ഒരു സ്ഥലം. പക്ഷേ ഇന്ന് അത് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഏരിയ ആയിട്ട് മാറി. എന്താ, ഒറ്റ മനുഷ്യൻ ആ സ്ഥലത്ത് വീട് മേടിച്ച് അവിടെ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ സിറ്റുവേഷൻ, ആ സ്ഥലത്തിൻ്റെ അവസ്ഥ അങ്ങ് മാറിയെങ്കിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നിടത്ത് ദേശത്ത് വ്യത്യാസം ഉണ്ടാകും. കരമടിച്ച് സ്തുതിച്ചേ. റക്ക റിക ദഗ ധന. ചില ഗ്രാമങ്ങളിൽ വിടുവിക്കപ്പെടും. അയൽ വീടുകളിലെ മദ്യപാനാസക്തി മാറും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. അപ്പുറത്തെന്നും ചീത്തവിളിയാണെങ്കിൽ തിരിച്ച് ചീത്ത വിളിക്കരുത്. കൈനീട്ടി പ്രാർത്ഥിക്കണം, കൈനീട്ടി പ്രാർത്ഥിക്കണം. നിന്റെ ചുറ്റുപാടിൻ്റെ ബന്ധനങ്ങളെ അഴിക്കാൻ. റക്ക റിക്ക ദഗന രഗന ഹന്ത രഗജ രബന ശകന. അതുകൊണ്ടാണ് ഞങ്ങൾ ദൈവമക്കള് ദേശത്തൂടൊക്കെ നടന്ന് പ്രാർത്ഥിക്കും കേട്ടോ. ഞങ്ങളെ നിങ്ങൾ ഒറ്റുകാരായി കാണരുത്. ഞങ്ങൾ ദേശത്തിൻ്റെ മദ്യപാനം മാറാൻ പ്രാർത്ഥിക്കും. മക്കൾ ഒഴുകി പോകുക ട്രക്ക് അഡിക്റ്റായിട്ട്. ഇത് കണ്ടുകൊണ്ട് നോക്കാൻ ഒക്കത്തില്ല. കഞ്ചാവ് വിൽക്കുന്ന സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കും. ഞാൻ പോയി പ്രാർത്ഥിക്കുന്നവനാ. ഓരോ സ്ഥലങ്ങളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്താ കാര്യം? ഞങ്ങൾ ദേശത്തിൻ്റെ കാവൽക്കാരാ. കണ്ടുകൊണ്ട് നോക്കി നിൽക്കാൻ ഒക്കത്തില്ല. കരമടിച്ച് സ്തുതിച്ച് രാത്രി പറ, ക്രൂശിൻ്റെ വചനം. നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന ഞങ്ങൾക്കത് ദൈവശക്തി. ഋഗനം ജഗനം ഹടനം അതനം ഋഗ ദഗനം ഷാരം ധേര ധേര ധേനെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. മക്കളെല്ലാം പ്രാർത്ഥിച്ചേ. ആ ക്രൂശിൻ്റെ വചനത്തെ വിശ്വസിച്ചാൽ ഉണ്ടല്ലോ, ശിക്ഷകൾ മാറും, ശിക്ഷകൾ മാറും. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് രക്ഷിക്കും? എന്നെ ആര് രക്ഷിക്കും? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. തൻ്റെ ഏകജനനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒന്നുകൂടെ പറഞ്ഞ്, തൻ്റെ ഏകജനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. പ്രിയരേ, ഇന്ന് ഭാരതഭൂമി കാണുന്നൊരു കാര്യമുണ്ട്. സുവിശേഷകനെ ഓടിച്ചിട്ട് അടിക്കുക. പ്രത്യേകിച്ച് വീഡിയോ ദൃശ്യങ്ങൾ അവർ തന്നെ പകർത്തിയിടുന്നുണ്ട്. അടിക്കുന്നവർ തന്നെ. എന്തിനാ? നാളെ മറ്റുള്ളവരും കണ്ട് ഇത് തന്നെ ചെയ്യണം. അടി ഇടിയൊക്കെ ഇട്ട് ഞാൻ പോയി പലരും കണ്ടു. ജയിലിൽ കിടക്കുന്നവർ, ജയിലിൽ അവർ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, കൊച്ചു പിള്ളേരങ്ങ് സ്ട്രോങ് ആയി. ഞാൻ കണ്ടൊരു പെൺകുട്ടി, കൊച്ചു പെണ്ണ, അവളായിപ്പോൾ അപ്പൻ ജയിലിൽ കിടക്കുമ്പോൾ യോഗം നടത്തുന്നത്. അവളങ്ങ് ബലപ്പെട്ട് 10-16 വയസ്സുള്ള പെണ്ണ് യോഗം നടത്തുക. അപ്പൻ ഇറങ്ങുന്നിടം വരെ ഞാൻ നടത്തുമെന്ന്. പ്രിയരെ, എന്തുകൊണ്ടാണെന്നറിയാമോ നിൽക്കുന്നത്? നിങ്ങൾ അറിയണം. ഞങ്ങളെ ഇന്ന് കഴുത്തെടുത്ത് വീഴ്ചാൽ, കഴുത്തെ കൊണ്ട് കത്തി വെച്ചിട്ട് യേശുവിനെ കളയാൻ പറഞ്ഞാൽ ഞങ്ങൾ കളയില്ല. നിങ്ങൾക്കറിയില്ല അതിൻ്റെ രഹസ്യം. അറിയണം. എനിക്ക് 52 വയസ്സായി. കഴുത്തട്ട് വീണാൽ കഴുത്തിറക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഭാര്യയെ ഓർത്ത് കൊച്ചുങ്ങളെ ഓർത്തെന്ന് പറയുക. ഇനി എനിക്ക് യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നാൾ ജീവിക്കും? ഇനി
ഞാൻ എത്ര നാളോട് ജീവിക്കുന്ന ഈ പറയുന്നേ? ഞാൻ കൂടി വന്ന 10, 20, 25, 30 വർഷത്തിൽ കൂടുതൽ ജീവിക്കുമോ? ഇല്ല. എന്നാൽ ഇപ്പം കഴുത്തറത്ത് വീണാലും ഞങ്ങളുടെ അകത്ത് തിളയ്ക്കുന്ന ഒരു ധൈര്യമുണ്ട്. യുഗങ്ങൾ നിത്യത. അതുകൊണ്ട് നിത്യത നഷ്ടപ്പെടുന്ന ഭീഷണികൾക്ക് മുമ്പിൽ പ്രിയരെ ഇവർ വഴങ്ങത്തില്ല. അത് തെറ്റിദ്ധാരണയാ. സിറിയയിലൊക്കെ കണ്ടിട്ടില്ല, നേരത്തെ നിർത്തി കഴുത്തറുത്തപ്പോഴും അവർ യേശുവെന്ന് വിളിച്ചുകൊണ്ട് മരിച്ചു വീണത് ഒറ്റ ഉറപ്പാ. ഹല്ലേലൂയ. യേശുവിലൂടെ ഞങ്ങളുടെ മരണം മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയുള്ള ദൈവമക്കളെല്ലാം ഈ രാത്രി ഞാൻ പറയാം, ഡു ഓർ ഡൈയുടെ മുമ്പിൽ ആ വിശ്വാസികൾ. മരിക്കേണ്ട വന്നാൽ വിട്ടേച്ച് പോകരുത്. ഭരിക്കേണ്ട വന്നാൽ കുഞ്ഞുങ്ങളെ പോകരുത്. അടിച്ചാൽ, കഴുത്തറ്റ് വീണാൽ, നീ കൂടി വന്നാൽ, ജീവിച്ചാൽ 10 വർഷം 20 വർഷം അതോ കുറ്റബോധത്തിൻ്റെ പിടിയിൽ അമർന്ന് ഇത്ര നല്ല ഗുരുവിനെ ഞാൻ കളഞ്ഞല്ലോ എന്നുള്ള ഒറ്റുകാരൻ എന്ന ഭീതിയിലും പശ്ചാത്തലത്തിലും കുറ്റബോധത്തിലും ജീവിക്കുമ്പോൾ അന്നേരം കഴുത്തറുത്ത് വീണാലും രക്തം സംസാരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനെ വെറുത്തതാം രക്തസാക്ഷി സംഘത്തിൽ ആയുധത്തെ ആന്തി നാം അയോധനം ചെയ്യണം. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്ധി ശക്തിയുള്ളവ. ഞങ്ങൾക്കാരോടും പിണക്കില്ല. ഞങ്ങൾ ആര് അടിച്ച തിരിച്ചടിക്കില്ല, വഴക്കിന് വഴക്കില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, യേശു ഞങ്ങളുടെ മരണം മാറ്റിയത് കൊണ്ട് അവിടുന്ന് മരിച്ചു. ഞങ്ങൾ മരിച്ചാലും ജീവിക്കുമെന്നുള്ള പ്രത്യാശയാണ്. ആ പ്രത്യാശയുള്ള എല്ലാ ദൈവമക്കളും ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. സ്വോത്രം, 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 സ്വോത്രം. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെ ഉണ്ടാകുന്ന അറിയാമോ? യേശു 2000 വർഷം മുമ്പ് മാനവ കുലത്തിന് വേണ്ടി മരിച്ചു, ശിക്ഷയേറ്റു, ശാപമൃത്യു മരിച്ചു, ശാപമായി, അടിയേറ്റു, ദരിദ്രനായി. എന്തുകൊണ്ട്? മനുഷ്യനെ തേടി. ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാ ഉണ്ടാകുക? മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയും ദിഷണാശക്തിയും ഉപയോഗിച്ച് യേശുവേ ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഒറ്റ നിമിഷം സ്വീകരിച്ചാൽ അവൻ ക്രൂശിൽ ക്രിസ്തുവിലായി. പിശാച് വരും, പറയും ഇന്ന മാസം ഇത്രാം തീയതി അവൻ ഇന്ന തെറ്റ് ചെയ്ത പ്രകാരം ഇന്ന അടി കൊടുക്കണം, ഈ ശിക്ഷയ്ക്ക് അവൻ പാത്രീഭൂതനാ. കർത്താവ് പറയും ശരിയാ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. പക്ഷെ നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്, അവനിപ്പോൾ എന്നില്ല, അവൻ്റെ തെറ്റ് എൻ്റെ മേലാ. അവൻ സ്വതന്ത്രനായി. ഇതാണ് ക്രൂശി നടക്കുന്നത്. സ്വതന്ത്രനായി. അവൻ്റെ ശാപം മാറി, അവൻ്റെ ശിക്ഷ മാറി, മരണം മാറി യേശുവിൽ. ഈ രാത്രി ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയായി മാറും. ദൈവശക്തിയായി മാറും. ദൈവശക്തിയായി മാറും. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് ഒരാൾ പോലും ഇന്ന് രാത്രി വെറുതെ ഇരിക്കരുത്. ചില കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കഴിയാത്ത ചില പാപങ്ങൾ, ചില മേഖലകളിൽ നിന്ന് മോചനം കഴിയുന്നില്ലേ? യേശുവിൻ്റെ ക്രൂശിൽ ആശ്രയിക്കുക. യേശുവേ എന്നെ രക്ഷിക്കണം. എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണ പാപത്തിൻ്റെ ചുവട്ടിലാണ് ഞാൻ. ആ നുകം എന്നെ പിന്തുടരുന്ന ഈ രാത്രി എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി നിന്റെ നുഖത്തെ ഉടയ്ക്കാൻ കഴിവുള്ള ഒന്നുണ്ട്, യേശുവിൻ്റെ ശക്തി, ക്രൂശിൻ്റെ ശക്തി. റഗന റിഗന രബന ഹദന. എൻ്റെ ഭർത്താവ് മദ്യപാൻ, എൻ്റെ കുഞ്ഞ് വഴിതെറ്റി, എൻ്റെ കർത്താവെ എൻ്റെ കുടുംബം നരകക്കുഴിയില്ല. നരകിക്കുക ഞാൻ. നിന്റെ നരകത്തെ സ്വർഗമാക്കാൻ കഴിയുന്നൊരു യേശുവുണ്ട്. യേശുവുണ്ട്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്ത്, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയായ യേശുവിന്റെ ഭാഷ. സ്വോത്രം, 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 സ്വോത്രം.